ശ്രദ്ധിച്ചിരിക്കാൻ, നമുക്ക് എക്സാം ഉള്ളതാണ്. അപ്പോൾ മിസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് മിസ് വിശ്വസിക്കുന്നു. എടാ പഠിച്ചാടാ, പഠിച്ചോ? ഇത്രയും ദിവസം എടുത്ത് പഠിച്ചെങ്കിൽ വേഗം ഒരു ടാറ്റ തന്നേ, വേഗം ഒരു ടാറ്റ തന്നേ. വേഗം ഒരു ടാറ്റ തരാം. ഓക്കേടാ. അപ്പം നമ്മൾ അടിപൊളിയായിട്ട് എക്സാം എഴുതും. പഠിച്ചെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റിയ ഒരു എക്സാമാണ്, പ്രശ്നമൊന്നുമില്ല. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലടാ. നമുക്ക് ലാസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടിയേ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള അല്ലേ. ഏതായിരുന്നു ചാപ്റ്റർ? ദേ നോക്കടാ, ചാപ്റ്റർ 11 സ്ക്വയേഴ്സ് ആൻഡ് റൈറ്റ് ട്രയാങ്കിൾസ്, സമചതുരങ്ങളും മട്ടത്രികോണങ്ങളും അല്ലേ. നമ്മൾ കുറേ ദിവസമായിട്ട് ഇത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മിസ് വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നും തരേണ്ട കാര്യമില്ല അല്ലേടാ, എല്ലാവർക്കും അറിയാം മിസ്സേ, അറിയാം മിസ്സേ ഈ ചാപ്റ്റർ ഇങ്ങനെയൊക്കെയാണെന്ന് അറിയാം മിസ്സേ എന്നല്ലേടാ. ഓക്കെ, അപ്പൊ നമുക്ക് ലാസ്റ്റ് നമ്മുടെ പ്രോബ്ലത്തിലേക്ക് കടക്കാലോ. അതിന് മുന്നേ മിസ് ചോദിക്കട്ടെ, എടാ ഞാനേ കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവർക്കും ഒരു ഹോംവർക്ക് തന്നിട്ടുണ്ടായല്ലോ, ഇല്ലേ? ഇല്ലേ? എന്നിട്ട് ചെയ്തോ? എടാ ഹോംവർക്ക് ചെയ്താടാ? എടാ ചെയ്യാത്തവരൊന്ന് റീസാൻഡ് ചെയ്തേ മക്കളെ, ചെയ്യാത്തവരൊന്ന് റീസാൻഡ് ചെയ്തേ. ഹോംവർക്ക് ചെയ്യാത്തവര് ഒന്ന് റീസാൻഡ് ചെയ്യാം. എവിടെ? എന്താണ് നിങ്ങൾ ഹോംവർക്ക് ചെയ്യാതിരുന്നേ? എന്താ ചെയ്യാതിരുന്ന മക്കളെ? എടാ കഴിഞ്ഞ തവണ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്കൊരു ഇത് തന്നതാണ് ഞാൻ അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ചെയ്യാതെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എന്നാൽ അടുത്ത പ്രാവശ്യം ചെയ്തിട്ട് മര്യാദക്ക് വന്നോളണം എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ്. എന്നിട്ട് ഇത്രയും പേര് ഹോംവർക്ക് ചെയ്തിട്ടില്ല. എന്താ നിങ്ങൾ ചെയ്യാതിരുന്നത്? സാർ ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്തേ. മൻഹ, അത് ശരി. എടാ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലെങ്കിലും വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് പഠിക്കുക, ഹോംവർക്ക് ഒക്കെ പറയണത് ചെയ്യാട്ടാ. ഓക്കെ. എടാ മക്കളെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് അറിയോ? ഇന്ന് ക്ലാസ് കഴിയുമ്പോഴേ ആ ഹോംവർക്ക് എന്ന ക്വസ്റ്റ്യൻ അവിടെ ഇരുന്ന് ചെയ്യുക, എന്നിട്ട് മെന്റർക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ ആണോ? പറഞ്ഞത് ക്ലിയർ ആണോ? പറഞ്ഞത് ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ വേഗം ഒരു തംസപ്പ് തന്നേ. വേഗം ഒരു തംസപ്പ് തന്നേ. ഇനി വീണ്ടും ഇത് ആവർത്തിച്ചു കഴിഞ്ഞാലല്ലേ ഇമ്പോസിഷൻ ആയിട്ട് മാറും കേട്ടാ. കേട്ടല്ല? ഇപ്പൊ ഞാൻ ഒരു പ്രാവശ്യം എഴുതാൻ പറഞ്ഞു, മെന്റർക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ഇനി വീണ്ടും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാൻ പോണെന്നറിയോ? തന്നേക്കണ ക്വസ്റ്റ്യൻ അങ്ങടെ ഇമ്പോസിഷൻ തരോട്ടെ ഞാൻ. കേട്ടല്ല? ഓക്കെ ആണല്ല? മനസ്സിലായെങ്കിൽ വേഗം ഒരു ടാറ്റ് തന്നേ, വേഗം ഒരു ടാറ്റ് തന്നേ. ഓക്കെ ഓക്കേടാ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് നമ്മൾ പഠിച്ച് നിർത്തിയത് എവിടെയായിരുന്നടാ? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? നമ്മുടെ പൈതഗോറസ് തിയറത്തിനെ പറ്റിയിട്ടായിരുന്നു അല്ലേ? അല്ലേടാ? ആണോ? പൈതഗോറസ് തിയറത്തിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. സാർ ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഐവിൻ. എടാ ഐവിൻ കുട്ടാ, പറയടാ, എന്താടാ പൈതഗോറസ് തിയറം? ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചല്ല. എടാ നിനക്ക് എക്സാം ഉള്ളതാണാ? ക്ലാസ് കഴിഞ്ഞിട്ട് എക്സാം ഉള്ളതല്ലേ? നീ പഠിക്കാതെ പിന്നെ എങ്ങനെയാണ് എക്സാം എഴുതാൻ പോണത്? എന്ത്? സാർ ഇവിടെ അടിയൊന്നും ഇല്ലല്ലേ? അടിക്കാൻ പറ്റൂലല്ലോ അവനെ. എടാ പൈതഗോറസ് തിയറം പറഞ്ഞേ, വേഗം പറഞ്ഞേ. അത് പഠിക്കാതെ എക്സാമിന് കയറിയിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അതൊന്നും അല്ല, അങ്ങനെയല്ല കേട്ടോ ഇക്വേഷൻ. തെറ്റൊക്കെയാണ് പറയണത്. വളരെ കോൺഫിഡന്റ് ആയിട്ട് തെറ്റ് പറഞ്ഞുകൊണ്ടിരിക്കണ അവൻ. പറയടാ, വേഗം പറ, വേഗം വായിക്കും, വേഗം പറ. ഞാനിപ്പൊ ചോദിക്കട്ടെ, എല്ലാരും പഠിച്ചു. എന്താണ്? ഓൾട്ടിറ്റ്യൂഡ് പ്ലസ് ബേസ് ആണാടാ? ആണോടാ? എറിയും ഞാൻ. ആണോടാ? എടാ അതിന്റെ കൂടെയൊക്കെ ഒരാളുണ്ടടാ. സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അതാണ് ഇക്വേഷൻ. കേട്ടാ? ഇത് പഠിക്കാതെ നീ ഇന്ന് എക്സാമിന് എഴുതാൻ വന്നേക്കണ. എന്ത് പരിപാടിയാ കാണിക്കണ നീ? എന്തു പറ്റി? മക്കളെ ശ്രദ്ധിച്ചിരിക്കാട്ടാ. എടാ നോക്കിക്കോ, ഇന്നത്തെ ക്ലാസ് ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ മര്യാദക്ക് എക്സാം എഴുതാൻ പറ്റൂട്ടാ. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നോ? ഓക്കെ. എടാ മക്കളെ, നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. ആ റൈറ്റ് ട്രയാങ്കിളിന്റെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡിനെ നമ്മൾ ഹൈപ്പോട്ടന്യൂസ് എന്ന് വിളിക്കും.
താഴെയുള്ള ഭാഗത്തിന് നമ്മൾ ബേസ് എന്ന് വിളിക്കും. ആൻഡ് സൈഡിലുള്ള ഈ ഒരു കുത്തനെയുള്ള ലംബത്തിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഓൾട്ടിറ്റ്യൂഡ് എന്ന് വിളിക്കും അല്ലെ. ഹൈപ്പോട്ടന്യൂസ്, ബേസ്, ഓൾട്ടിറ്റ്യൂഡ് അല്ലെ. എന്തൊക്കെയാടാ? കർണം, പാദം, ലംബം, ഇങ്ങനെ 3 സൈഡ്സ് ആണുള്ളത്. അതിൽ പെർപെൻഡിക്കുലർ ആയിട്ട് 90 ഡിഗ്രി ആയിട്ട് വരുന്ന സൈഡ്സ് ആണ് ഏതൊക്കെയാ മക്കളെ? ഓൾട്ടിറ്റ്യൂഡും ബേസും. ഏതൊക്കെയാണ്? പാദവും ലംബവും. അത് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞാൽ കുഴപ്പമില്ലെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. എങ്കിലും മിസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പൈതഗോറസ് തിയറം പറയുകയാണ്. പൈതഗോറസ് തിയറം പറയുന്നത് ഇതാടാ. എന്താണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പൊ ഇത് റിലേറ്റ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഇക്വേഷൻ എന്തായാലും എഴുതിയിരിക്കണം. ഇക്വേഷന് മാർക്ക് ഉണ്ട്, കേട്ടല്ലോ. ഇക്വേഷന് മാർക്ക് ഉണ്ട്. ഇക്വേഷൻ എഴുതാതെ പ്രോബ്ലത്തിലേക്ക് കടക്കാൻ പാടില്ല, കേട്ടല്ലോ. ഒന്നില്ലെങ്കിൽ എച്ച് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് എഴുതാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് എഴുതാം. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും എഴുതാം. പക്ഷേ ഇക്വേഷൻ എഴുതാതെ നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ പാടില്ല കേട്ടോ മക്കളെ. ഇക്വേഷന് മാർക്ക് ഉണ്ട്. ഓക്കെ ആണല്ലോ? പറഞ്ഞത് ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? മനസ്സിലായെങ്കിൽ വേഗം ഒരു ടാറ്റ് തന്നെ. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. കർണം സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഓക്കെ, ഇതിന്റെ പ്രോബ്ലംസ് ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. ആ പ്രോബ്ലത്തിലേക്ക് പോകാം. ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇത് നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പോൾ പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, സോ എവിടെ നമ്മുടെ പ്രോബ്ലം? നേരാടാ, പ്രോബ്ലം ഇതാണ്. ക്വസ്റ്റ്യൻ ഇതാണേ. ശരിക്കും എല്ലാവരും വായിച്ചു നോക്കുക. ഹൈപ്പോട്ടന്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്, അനദർ സൈഡ്, വേറൊരു സൈഡും നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കണം. എന്താണ് ക്വസ്റ്റ്യൻ? എന്താടാ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ? എന്തായിരുന്നു? ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിന്റെ 2 സൈഡ്സ് നമുക്ക് തന്നിട്ട് മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാനായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? അപ്പൊ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? സാർ ഒരാളെ വിളിച്ചു. ശിവഗംഗ. വേഗം ചെയ്തോട്ടെ മക്കളെ എല്ലാവരും. ശിവഗംഗ പറയടാ, എന്തൊക്കെയാടാ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? ശിവഗംഗ അൺമ്യൂട്ട് ചെയ്തിടാ. ആയിട്ടുണ്ടല്ലോ, പറഞ്ഞോ. അപ്പൊ ഞാനിത് ഇവിടെ ഈ ട്രയാങ്കിളിന്റെ ഏത് ഭാഗത്താണ് ഞാൻ കൊടുക്കേണ്ടത്? ഈ 17ഉം 15ഒക്കെ. 17 എവിടെ കൊടുക്കണം? 17 എവിടെയാണ്? ഇവിടെ കാണുന്നില്ലടാ. അതേ ഈ ട്രയാങ്കിളിൽ എവിടെയാണ് 17 വരിക? ഏത് സൈഡായിട്ട് വരും? എന്താടാ? എടാ ഞാൻ ചോദിക്കട്ടെ, ഞാൻ നമ്പർ ഇടാം, അതിൽ ഏത് സൈഡാണെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3. ഇവിടെ എവിടെയാണ് ഞാൻ ഹൈപ്പോട്ടന്യൂസ് എഴുതേണ്ടത്? ഏതാണ് ഹൈപ്പോട്ടന്യൂസ്? 3 അല്ലേ? 3. അപ്പൊ എവിടെയാണ് 17 സെന്റിമീറ്റർ വരേണ്ടത്? ഇവിടെ അല്ലെ. ഹൈപ്പോട്ടന്യൂസ് ആണ് നമുക്ക് 17 സെന്റിമീറ്റർ തരുന്നത്. അപ്പൊ ഞാൻ 17 സെന്റിമീറ്റർ അവിടെ എഴുതി. ഇനി 15 സെന്റിമീറ്റർ ഞാൻ എവിടെ എഴുതണം? അനദർ സൈഡിനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എനിക്ക് എവിടെ എഴുതാം 15 സെന്റിമീറ്റർ? അല്ലെങ്കിൽ മുകളിലുണ്ട്. അത് തന്നെ. വെരി ഗുഡ്. അപ്പൊ മക്കളെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഞാൻ പറഞ്ഞു പെർപെൻഡിക്കുലർ സൈഡ്സ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതിയാലും കുഴപ്പമില്ല, എവിടെ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ 15 വേണമെങ്കിൽ എനിക്ക് ഇവിടെ എഴുതാം, അല്ല എങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇവിടെയും എഴുതാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടത്തിന് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എഴുതാം കേട്ടോ. ഓക്കെ, പക്ഷേ ഹൈപ്പോട്ടന്യൂസ് ഒരിക്കലും മാറിപ്പോരുത്. ഹൈപ്പോട്ടന്യൂസ് എപ്പോഴും എവിടെ തന്നെ വരണം? ലോങ്ങസ്റ്റ് സൈഡ് ആയിട്ട് വരണം കേട്ടോ. അതിലൊരു മാറ്റവും ഇല്ല. അപ്പൊ മിസ് ഇവിടെയാണ് ബേസ് ആയിട്ടാണ് 15 സെന്റിമീറ്റർ എടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എടുക്കാം, ബേസ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് ആയിട്ട് എടുക്കാം കേട്ടോ. ഏത് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് മാറി എന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ചെയ്തോടാ. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്തൊക്കെയാണ്? ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 17 സെന്റിമീറ്റർ നമുക്കറിയാം. ഇനി ബേസ് എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ എനിക്കറിയാം. ഇനി എന്താടാ കണ്ടുപിടിക്കേണ്ടേ? അപ്പോ സാറ് ഒരാളെ വിളിച്ചേ. ദേവ്. പറയടാ, നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? അപ്പോ
ആൾട്ടിറ്റ്യൂഡ് അല്ലെ, ആൾട്ടിറ്റ്യൂഡ് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ ഞാൻ കണ്ടുപിടിക്കും? ഇക്വേഷൻ എന്താ? എന്താടാ? ആ ഇക്വേഷൻ ഒന്ന് നീ പറഞ്ഞേ. ആ ഇക്വേഷൻ എഴുതുന്നതിനാണ് നമുക്ക് മാർക്കുള്ളത് കേട്ടോ. ആ ഇക്വേഷൻ ആണ് മാർക്കുള്ളതേ. ആ ഇക്വേഷൻ ഒന്നുകൂടി പറഞ്ഞേടാ. ആ ഇക്വേഷൻ ഒന്നുകൂടി പറഞ്ഞേ. ആ ഈക്വൽ ടു എന്താ? ആൾട്ടിറ്റ്യൂഡ് റേസ് ടു 2. ഇക്വേഷൻ എഴുതണ മക്കളെ, ഇക്വേഷൻ എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇക്വേഷൻ എന്താണ്? എ സ്ക്വയർ ഇസ് ഈക്വൽ ടു റേസ് ടു 2 നമ്മൾ സ്ക്വയർ എന്ന് പറയുന്നത് കേട്ടാടാ. കേട്ടാ? ആ അപ്പൊ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലെ. ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ അല്ലേടാ. കിട്ടിയ എല്ലാവർക്കും? ലംബം സ്ക്വയർ ഇസ് ഈക്വൽ ടു കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ. കിട്ടിയോടാ? ഈ ഇക്വേഷൻ എഴുതുന്നതിന് മാർക്ക് ഉണ്ട് മക്കളെ. അതുകൊണ്ട് മിസ് ആദ്യം മുതൽ പറയുന്നത് കേട്ടോ. ഇക്വേഷൻ എഴുതാന്നുള്ളത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാടാ? എച്ചും നമുക്കറിയാം, ബിയും നമുക്കറിയാം. രണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. ഇപ്പൊ എന്ത് വരും? എച്ചിന് പകരം ഞാൻ 17 കൊടുത്തു. ഇപ്പൊ 17 സ്ക്വയർ മൈനസ് ബിക്ക് പകരം ഞാൻ എന്ത് കൊടുത്തു? ഇവിടെ ബി എന്ന് പറയുന്നത് 15 ആണ് നമുക്കറിയാം. അപ്പൊ ബിക്ക് പകരം എന്ത് കൊടുത്തു മിസ്? 15 എന്ന് കൊടുത്തു. ഇപ്പൊ 17 സ്ക്വയർ മൈനസ് 15 സ്ക്വയർ എന്ന് മിസ്സിന് കിട്ടി. കുഴപ്പമില്ലല്ലാടാ. കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ വേഗം കണ്ടുപിടിച്ചു. എന്താണ് 17ന്റെ സ്ക്വയർ? എന്താണ് 15ന്റെ സ്ക്വയർ? വേഗം കണ്ടുപിടിച്ചോ. വേഗം കണ്ടുപിടിക്കുക. മിസ് ഇപ്പൊ വിളിക്കൂ കേട്ടോ. 17ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക, 15ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. ഓക്കെ, 17ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ മീനിങ്? സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 17നെ 17 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക, ഗുണിക്കുക. അപ്പൊ വേഗം ചെയ്തേ. 17നെ 17 കൊണ്ട് തന്നെ ഗുണിച്ച് വേഗം ആൻസർ പറയും കേട്ടോ. വേഗം ആയിക്കോട്ടെ, സ്പീഡ് ആയിക്കോട്ടെ, നമുക്ക് അധികം ടൈമില്ല. ഓക്കെ, വേഗം ചെയ്തു. എവിടെ സാർ? ഒരാളെ വിളിച്ചോ സാറേ. എൽഡ്രോയ് എടാ, കിട്ടിയാടാ നിനക്ക്? കിട്ടി. പറയടാ. ഇത് എന്താടാ കിട്ടിയിട്ട് നീ എനിക്ക് പറഞ്ഞു തരാതിരിക്കണേ? 289. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 17ന്റെ സ്ക്വയർ 289 എന്ന് കിട്ടി. ഇനി 15ന്റെ സ്ക്വയറോ? 225. ഓക്കേടാ, വെരി ഗുഡ്, അടിപൊളി. ഓക്കെ സാർ, അടുത്ത ആൾ വിളിച്ചോ. വൈഷ്ണവി. ഗുഡ് ഈവനിങ്. വൈഷ്ണവി, ഇതെന്താടാ വരിക മൈനസ് ചെയ്യുമ്പോ? 64 നമുക്ക് കിട്ടൂ അല്ലേ? 64 എന്ന് കിട്ടിയേ. അപ്പൊ എന്താ മക്കളെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നേടാ? എ സ്ക്വയർ അല്ലെ. എയുടെ സ്ക്വയർ ആണ് നമുക്ക് 64 എന്ന് കിട്ടിയത്. ദെൻ വാട്ട് ഈസ് എ? എ എന്തായിരിക്കും? എയുടെ സ്ക്വയർ ആണ് 64 എങ്കിൽ എ എന്തായിരിക്കും മക്കളെ? എ എന്തായിരിക്കും? സാർ ഒരാളെ വിളിച്ചേ. ഹാദിൽ. ആദിലേ പറഞ്ഞോടാ. ആദിൽ എന്നാണല്ലേ. ആദിൽ പറഞ്ഞോടാ. എടാ നീ എങ്ങാടാടാ? എടാ നിന്റെ പേന കൊള്ളല്ല. എ സ്ക്വയർ ആണ് 64. അപ്പൊ എ എന്തായിരിക്കും? 64 എന്ന് പറഞ്ഞാൽ 8 സ്ക്വയർ ആണ്. അത് ഓക്കെ. എടാ ഞാൻ ചോദിച്ചതല്ല. എ സ്ക്വയർ എന്ന് പറയുന്നത് 64 ആണെങ്കിൽ എ എന്തായിരിക്കും? എന് നമ്മളൊരു പേര് വിളിക്കുമല്ലോ. സ്ക്വയറിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താ? സ്ക്വയർ റൂട്ട് ആണ്. എടാ സ്ക്വയർ റൂട്ട് എന്റെ തെറ്റി കളയുന്നു ഞാൻ. എടാ എന്താടാ? സ്ക്വയർ റൂട്ട് ആണ് കേട്ടാ. വർഗമൂലം.
കേട്ടാ. അപ്പോൾ എ സ്ക്വയർ എന്ന് പറയുന്നത് 64 ആണെങ്കിൽ മക്കളെ എന് നമുക്ക് എങ്ങനെ എഴുതാടാ, നേരെ തിരിച്ച് സ്ക്വയർ റൂട്ട് ഓഫ് 64 എന്ന് എഴുതാം. ആ ഒരു സിമ്പലിനെയാണ് നമ്മൾ ഈ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് കേട്ടാ. മക്കളെ അത് മനസ്സിൽ 2-3 പ്രാവശ്യം പറഞ്ഞു നോക്കാട്ടാ. എന്താണ് സ്ക്വയർ റൂട്ട്, സ്ക്വയർ റൂട്ട്, സ്ക്വയർ റൂട്ട് ഒന്ന് പറഞ്ഞു നോക്കാട്ടാ. നിങ്ങൾക്ക് കിട്ടുന്നില്ല സാധനം, ഒന്നുകൂടി പറഞ്ഞു നോക്കാട്ടാ. അപ്പൊ എ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 64 ആണ്. ഇനി എന്താണ് ഈ സ്ക്വയർ റൂട്ട് ഓഫ് 64? അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയാമെങ്കിൽ അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. കണ്ടുപിടിക്കാൻ പോകണമെന്നില്ല, നമ്മളെപ്പോഴും പ്രൈം ഫാക്ടറൈസ് ചെയ്ത് കണ്ടുപിടിക്കാറുണ്ട് അല്ലേ. അങ്ങനെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് 64നെ എഴുതാൻ അറിയാമെങ്കിൽ നിങ്ങൾ അത് ചെയ്ത് വെറുതെ സമയം കളയണ്ട, ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ. സാർ ഒരാളെ വിളിച്ചോ. ഹലോ, മിണ്ടല്ലേ അമ്മ എന്നൊക്കെ. അനിയത്തിയാണ്. ഓക്കെ. പറഞ്ഞോടാ, എന്താ വരിക, എങ്ങനെയാ കണ്ടുപിടിക്കുക? പ്രൈം ഫാക്ടറൈസ് ചെയ്യണം. അപ്പൊ മക്കളെ നമ്മളെ ഇപ്പോൾ ഈ പേജിൽ മിസ് ഒന്ന് എഴുതാണേ, നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ പേജിൽ എഴുതാണ്. ഈ പേജ് അല്ലാട്ടാ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണേ, മറ്റേ പേജാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് വേണമെങ്കിൽ വേറെ ബ്ലാങ്ക് പേജ് എടുക്കാം മിസ്. ഇപ്പൊ ഇവിടെ മിസ്സേ എടാ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നതേ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 64 എന്നാണ്. ദെൻ നമുക്ക് കിട്ടി എ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 64 ആണ് എന്ന്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ആരാണ് സാറേ പറഞ്ഞത്? ആൻഡ്രീറ്റ പറഞ്ഞു എന്താ, സ്ക്വയർ റൂട്ട് ഓഫ് 64 കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, പ്രൈം ഫാക്ടറൈസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അത് കറക്റ്റ് ആണ് മക്കളെ, അങ്ങനെ തന്നെ നമുക്ക് ചെയ്യാം. ഇനി അത്രയും ചെയ്യാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ? ഇപ്പോൾ 64 എന്ന് പറയുന്നത് നമുക്ക് അറിയാലോ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. 8 × 8 ആണ് 64, നമുക്കറിയാം. 8ന്റെ സ്ക്വയർ ആണ്. 8 × 8 എന്ന് പറഞ്ഞാൽ എന്താ? 8ന്റെ സ്ക്വയർ ആണ്. മനസ്സിലായോ? 8ന്റെ സ്ക്വയർ ആണ് 64, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയാം. എങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 64നെ നമ്മൾ എങ്ങനെ എഴുതിയാൽ മതി? 8 എന്ന് അങ്ങനെ ഡയറക്റ്റ് എഴുതിയാൽ മതി. അറിയാവുന്നവർ മാത്രം ചെയ്താൽ മതി കേട്ടോ, അല്ലാത്തവർ വേണ്ട. പ്രൈം ഫാക്ടറൈസേഷൻ തന്നെ ചെയ്തോ. അറിയാവുന്നവർ മാത്രം അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എഴുതിയാൽ മതി കേട്ടോ. പറഞ്ഞോ. എടാ ഇതൊന്നും അറിയാത്തവർ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണ്ട കേട്ടോ, കുഴപ്പമില്ല. ഇനിയുള്ളത് നോക്കിക്കോ, പ്രൈം ഫാക്ടറൈസ് ചെയ്യുന്നത്. പറഞ്ഞോടാ, ആൻഡ്രീറ്റ പോയാ? പറഞ്ഞോടാ, എങ്ങനെയാടാ ചെയ്യാ? 2 വെച്ച് 2 വെച്ച് ചെയ്യുമ്പോ എത്ര വരും? 32 വരും അല്ലെ. ഇനി എല്ലാരും ചെയ്തോട്ടാ. വീണ്ടും 2 വെച്ച് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? 16 കിട്ടും. വീണ്ടും 2 വെച്ച് ചെയ്തു. അപ്പൊ എന്ത് കിട്ടി? 8 കിട്ടി. വീണ്ടും എന്നിട്ട് 4 വന്നു. ഇനി 2 വെച്ച് ചെയ്ത് 2 കിട്ടി. ഇനി ഒന്നും ചെയ്യണ്ട, ഇനി പ്രൈം നമ്പർ ആയി, ഇനി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അല്ലേ. അപ്പൊ നമുക്ക് എത്ര 2 വന്നു നോക്കിയ മക്കളെ? 1 2 3 4 5 6 അല്ലേ. അപ്പൊ 64നെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റി മക്കളെ? 1 2 3 4 5 6 അല്ലേ. 6 2കളുടെ പ്രോഡക്റ്റ് ആയിട്ട്, മൾട്ടിപ്പിൾ ആയിട്ട് എനിക്ക് എന്തിനെ എഴുതാൻ പറ്റി? 64നെ എഴുതാൻ പറ്റി. ഇനി ഇതിന് നമ്മൾ എന്താ ചെയ്യുക? അടുത്ത ആളെ വിളിച്ചോ സാറേ. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ് കേട്ടോ, അതാണ് മിസ് വേഗം ചോദിച്ചു പോകുന്നത് കേട്ടോ. ഗായത്രി കുട്ടി, പറഞ്ഞോടാ, ഇനി ഇതിനെ എങ്ങനെ എഴുതും? 2 × 2നെ നമ്മള് 2 സ്ക്വയർ എന്ന് എഴുതും. അടുത്ത 2 × 2നെയും 2 സ്ക്വയർ എന്ന് എഴുതും. പിന്നെ അടുത്തതിന് നമ്മള് 2 സ്ക്വയർ എന്ന് വിളിക്കും. ഇനി എന്താ ചെയ്യാ? അടുത്ത ആളെ വിളിച്ചോ സാറേ. എടാ ഓക്കേടാ, കറക്റ്റ് ആണ് നീ പറഞ്ഞത്. കാശിദേവ്, ഹലോ. എടാ എന്താടാ പാട്ടൊക്കെ? ഭയങ്കര പാട്ടൊക്കെ കേക്കണേ. നീ എന്ത് പാട്ട് കേട്ടിരിക്കണേടാ ക്ലാസ്സില്? എടാ ഇത്രയും സൗണ്ടില്ല, തിയേറ്ററിൽ ഇരിക്കണ പോലെയാണല്ലോ നീ ഇരിക്കണത്. ദൈവമേ, നിങ്ങളെല്ലാരും കേൾക്കുന്നില്ല സൗണ്ട്? എന്താടാ ഇത്? എടാ സൗണ്ട് കുറച്ച് വെക്കാൻ പറ. ക്ലാസ്സിന്റെ ടൈമിൽ ഇത്രയും ഡിസ്റ്റർബൻസ് പാടില്ലെന്ന് പറ. നീ പറ, ആൻസർ പറ. ഇതെന്ത് ചെയ്യുന്നു? എടാ ആൻസർ പറഞ്ഞിട്ട് പോ. നീ ആൻസർ കൂട്ടണം.
ആ അതന്നെ, എല്ലാത്തിനെയും കൂടി ഒരുമിച്ച് ഒരു സ്ക്വയറിലാക്കി ഇടാം അല്ലെ. 2 × 2 എല്ലായിടത്തും സ്ക്വയർ ഉണ്ട് മക്കളെ, എല്ലായിടത്തും സ്ക്വയർ ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് എഴുതി മക്കളെ? അതിനെ എല്ലാത്തിനും കൂടി ഒരുമിച്ച് ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ഓക്കേടാ, വെരി ഗുഡ്. മ്യൂട്ട് ചെയ്തോ എന്റെ ദൈവമേ. അടുത്ത ആള് ഗൗരി. ഗൗരിക്ക് ഇന്ന് വന്നപ്പോ തുടങ്ങിയ സങ്കടമാണ് ഫേസില്. ഗൗരിക്ക് എന്ത് പറ്റി ഗൗരിക്കുട്ടി? ഇല്ല, പ്രശ്നമൊന്നും ഇല്ല. അത് പറയടാ, ഇതെന്ത് വരൂടാ ആൻസർ? എടാ കേൾക്കുന്നില്ലല്ലോ, നീ എന്തെങ്കിലും പറയുന്നുണ്ടോ? കേൾക്കുന്നില്ലല്ലോ, കുറച്ച് സൗണ്ടിൽ പറഞ്ഞേ ഗൗരി. അയ്യോ, ഒന്നും കേൾക്കുന്നില്ല ഗൗരി, ഒന്നും കേൾക്കുന്നില്ലടാ, എന്തോ പ്രശ്നമുണ്ട് കേട്ടാ, ഒന്ന് ചെക്ക് ചെയ്യണേ. ധനുശ്രീ. ധനുശ്രീ പറഞ്ഞോടാ, എന്തായിരിക്കും ആൻസർ വരിക? 8 സ്ക്വയർ ആണോ? ആണ്, ഉറപ്പാണ്? ആണ്. നോക്കിയ മക്കളെ, നമുക്ക് ഇവിടെ എന്ത് വരും? 2 × 2 × 2 അല്ലെ. 2 × 2 4 ആണ്, 4 × 2 8 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 8 സ്ക്വയർ ആണ് 64 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 64 എന്തായിരിക്കാം? ധനുശ്രീ അടിപൊളിയടാ, കറക്റ്റ് ആയിട്ട് ആൻസർ പറയുന്നുണ്ട്. ഇന്ന് എക്സാം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത് എല്ലാവരും പഠിച്ചിട്ടൊക്കെയാണ് ഇരിക്കണത്, അതുകൊണ്ടാണ് ഇത്ര വേഗമൊക്കെ ആൻസർ വരുന്നത് അല്ലേ. അടുത്ത ആരാണ് സാറേ? ബെർണാൾഡ്. ബെർണാൾഡേ, എടാ പറയടാ, അൺമ്യൂട്ട് ചെയ്ത്. എടാ നീ പറയണില്ലേ? എടാ ഇതെന്ത് വരൂടാ? 64 എന്ന് പറയുന്നത് 8 സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 64 എന്തായിരിക്കും? പറഞ്ഞോ എടാ, നീ പറയടാ. എടാ ഇത് നോക്കി, നമ്മൾ പഠിച്ചിട്ടുണ്ടാ 8ന്റെ സ്ക്വയർ ആണ് 64 എങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഈ സ്ക്വയറിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അത് എന്തായിട്ട് മാറും മക്കളെ? സ്ക്വയർ എന്ന് പറയുന്നത് ഈക്വൽ ടുന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ സ്ക്വയർ റൂട്ടായിട്ട് മാറും. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 64 നമുക്ക് കിട്ടും. ഇവിടെ പിന്നെ ബാക്കി ആരാ ഉള്ളത്? 2നെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയില്ലേടാ, ബാക്കി ഇവിടെ ആരുണ്ട്? 8 ഉണ്ട്. 8 മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 8ന്റെ സ്ക്വയർ ആണ് 64 എങ്കിൽ നമുക്ക് നേരെ തിരിച്ച് അതിനെ എങ്ങനെ പറയാം? 64ന്റെ സ്ക്വയർ റൂട്ടാണ് 8 എന്ന് പറയാം. മനസ്സിലായാടാ? മനസ്സിലായാ? നീ എന്താ ഒന്നും മിണ്ടാത്തേ? നീ ഉറങ്ങണേരുന്നാ? എടാ നീ വേഗം ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് വേഗം വന്നേ. വേഗം പോയിട്ട് വാ. വേഗം ആവട്ടെ, തിരിച്ചു വന്നോട്ടെ വേഗം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി മക്കളെ? സ്ക്വയർ റൂട്ട് ഓഫ് 64 എന്ന് പറയുന്നത് 8 ആണെന്ന് കിട്ടി. അപ്പൊ നമ്മുടെ ഈ സ്ക്വയർ റൂട്ട് ഓഫ് 64 എന്തായിരുന്നു? ദേ ഇവിടെ വരുന്നുണ്ടല്ലോ. അതേനാ, ഇതായിരുന്നു നമ്മുടെ സ്ക്വയർ റൂട്ട് ഓഫ് 64 അല്ലേ. സ്ക്വയർ റൂട്ട് ഓഫ് 64 എന്തായിരുന്നടാ? a ആയിരുന്നു. സോ a is equal to 8 സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും മക്കളെ. യൂണിറ്റിന് മാർക്ക് ഉണ്ട്, യൂണിറ്റ് ഇട്ടില്ല എങ്കിൽ മാർക്ക് കിട്ടില്ല കേട്ടോ. ഇപ്പോഴേ പറഞ്ഞേക്കാം, യൂണിറ്റ് വേണം. ഓക്കെ ആണല്ലോ? 8 സെന്റിമീറ്റർ എല്ലാവർക്കും കിട്ടിയോ? കിട്ടിയവരെല്ലാവരും വേഗം ഒരു ടാറ്റ വന്നേ. കിട്ടിയവരെല്ലാവരും വേഗം ടാറ്റ തരാം കേട്ടോ. സിമ്പിൾ അല്ലേടാ? ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കട്ടെ നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ഇപ്പൊ ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ട്, അതുപോലെ വേറൊരു സൈഡും പെർപെൻഡിക്കുലർ സൈഡും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അനദർ സൈഡ് അല്ലെ, നമ്മുടെ തേർഡ് സൈഡ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ദേ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു. വേഗം ചെയ്തേ. ഇവിടെ നമുക്ക് ഹൈപ്പോട്ടിന്യൂസും തന്നിട്ടുണ്ട്, ഒരു പെർപെൻഡിക്കുലർ സൈഡും തന്നിട്ടുണ്ട്. നമുക്ക് മറ്റൊരു സൈഡിനെ കണ്ടുപിടിക്കണം. വേഗം ആയിക്കോട്ടെ കേട്ടോ. മിസ് ഇവിടെ ട്രയാങ്കിൾ വരയ്ക്കുന്നു. റൈറ്റ് ട്രയാങ്കിൾ വരച്ച് ചെയ്യണം എന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല, ചെയ്തില്ലെങ്കിലും വലിയ പ്രശ്നമില്ല. പിന്നെ ചെയ്ത് നോക്കുകയാണെങ്കിൽ, വരച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും കേട്ടോ. മിസ്റ്റേക്ക് വരാനുള്ള സാധ്യത കുറയും. ഓക്കെ മക്കളെ വേഗം ചെയ്തോ. സാർ ഒരാളെ വിളിച്ചേ. ക്രിസ്ലിൻ്റെ ചെയ്ത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിരിക്കുക. ക്രിസ്ലിനെ പറയടാ, എവിടെയാടാ ഞാൻ ഈ 34 എഴുതേണ്ടത്? എവിടെയാണ് ഞാൻ 30 എഴുതേണ്ടത്? ഹൈപ്പോട്ടന്യൂസിന്റെ അവിടെ 34 എഴുതണം. പിന്നെ ഓൾട്ടിറ്റ്യൂഡിന്റെ അവിടെ 30. എവിടെ വേണമെങ്കിലും എഴുതാം അല്ലെ. ഈ 30 എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ബേസിൽ എഴുതാം, അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡിൽ എഴുതാം. എവിടെ വേണമെങ്കിലും എഴുതാം അല്ലെ. അപ്പൊ നമ്മളിവിടെ 30 ഓൾട്ടിറ്റ്യൂഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ?
ബേസ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ മക്കളെ ഇക്വേഷൻ ഒന്ന് പറഞ്ഞോടാ. ബേസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. മക്കളെ എല്ലാവരും എഴുതണോട്ടാടാ, എല്ലാവരും എഴുതണേ. ഇക്വേഷൻ എഴുതണം, ഇക്വേഷൻ എഴുതിയില്ലെങ്കിൽ മാർക്ക് കിട്ടില്ല കേട്ടോ. ബേസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇനി എച്ച് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഹൈപ്പോട്ടിന്യൂസ് അഥവാ കർണമാണ്. അത് നമുക്ക് എത്രയാണെന്ന് അറിയാം? 34 ആണെന്ന് അറിയാം. അത് ഇവിടെ കൊടുത്തു മിസ്, 34 എന്ന് എച്ചിന് പകരം കൊടുത്തു. അപ്പൊ എന്ത് കിട്ടി? 34 സ്ക്വയർ എന്ന് കിട്ടി. ഇനി ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? ലംബം നമുക്ക് 30 ആണെന്ന് അറിയാം. അപ്പോൾ എക്ക് പകരം മിസ് എന്ത് കൊടുത്തു? 30 എന്ന് കൊടുത്തു. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്ത് വന്നു? 34 സ്ക്വയർ മൈനസ് 30 സ്ക്വയർ എന്ന് വന്നു. എന്താണ് 34 സ്ക്വയർ? സാർ ഡൗട്ട് വന്ന ആളെ നിങ്ങൾ വിളിച്ചോ. കാശിദേവായിരുന്നോ? അയ്യോ, അത് എവിടെയാണ്? ഇവിടെ കാശിദേവി, എനിക്ക് നിന്നെ കാണുന്നില്ലടാ. നിക്കട്ടാടാ 1 മിനിറ്റ്. നീയായിരുന്നില്ലേ? നിനക്ക് എന്താ ഡൗട്ട്? ട്രയാങ്കിൾ വരക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. നമ്മളോട് മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. എടാ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ഹൈപ്പോട്ടന്യൂസ് ബേസ് കണ്ടുപിടിക്കുന്നതായിരിക്കൂല. ചിലപ്പോ തേർഡ് സൈഡ് കണ്ടുപിടിക്കാനായിരിക്കും പറയണേ. പിടികിട്ടിയാ? അങ്ങനെ ആയിരിക്കൂല പറയണത്. തേർഡ് സൈഡ് കണ്ടുപിടിക്കാനായി. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ അങ്ങനെയാണ്, തേർഡ് സൈഡ് കണ്ടുപിടിക്കാനാ ക്വസ്റ്റ്യൻ കേട്ടാ. അപ്പൊ അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടാ. ഓക്കേടാ. സാർ ഒരാളെ വിളിച്ചോന്നോ? ജോയൽ. ജോയലുട്ടാ പറയടാ, എന്ത് വരൂടാ 34ന്റെ സ്ക്വയർ? അൺമ്യൂട്ട് വേഗാവട്ടെ. അൺമ്യൂട്ട് ചെയ്യടാ. എടാ ഓപ്ഷൻ വന്നില്ലേ നിനക്ക്? ഓപ്ഷൻ വരുന്നില്ലേ? എന്തോ പറ്റിയേ? എടാ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് വിളിക്കാട്ടെ. നീ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കണേ. നെറ്റ് ഇഷ്യൂ എന്തെങ്കിലും ആണെങ്കിൽ. നിഹാര 34ന്റെ സ്ക്വയർ എത്രയാടാ മോനെ? ഓക്കെ, വേഗം ചെയ്ത് കണ്ടുപിടിക്കും കേട്ടാ. 34ന്റെ സ്ക്വയർ വേഗം കണ്ടുപിടിച്ച മക്കളെ. 34ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 34 സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? 34നെ 34 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ വേഗം ചെയ്ത് കണ്ടുപിടിച്ചേ. കഴിഞ്ഞില്ലേ നിഹാര? അതൊന്ന് കറക്റ്റ് ചെയ്യട്ടാ മക്കളെ. എല്ലാവരും ക്വസ്റ്റ്യൻസ് ഒക്കെ ശരിക്കും വായിച്ചു നോക്കിയിട്ടാണ് ആൻസർ ചെയ്യാനായിട്ട്. മാത്സിന്റെ പ്രശ്നമാണത്. ക്വസ്റ്റ്യൻ വായിക്കുന്നത് തെറ്റിക്കഴിഞ്ഞാൽ ആൻസർ കംപ്ലീറ്റ് തെറ്റും കേട്ടോ. ഓക്കെ, വേഗം കണ്ടുപിടിച്ചോ മക്കളെ. 34ന്റെ സ്ക്വയർ നമുക്ക് വേണം. ഓക്കെ, 34ന്റെ സ്ക്വയർ നിഹാര പറയാട്ടാ. 30യുടെ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാടാ? നമ്മൾ 30 × 30 കണ്ടുപിടിക്കാനായിട്ട് പോവണ്ട. കിട്ടിയാടാ? വേഗം ചെയ്തിട്ട് ആൻസർ ആയിട്ട് കേട്ടാ. 30യുടെ സ്ക്വയർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 3യുടെ സ്ക്വയർ കണ്ടുപിടിക്കുക അല്ലെ. 3യുടെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ മക്കളെ? 3 × 3 എത്രയാടാ? 9 ആണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇവിടെ ഒരു 0 അല്ലേ ഉള്ളത്. അപ്പൊ സ്ക്വയർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട അതിന് പകരം 2 0 ഇട്ട് കൊടുക്കുക കേട്ടാ. സ്ക്വയർ അതായത് ഇത്രയേ ഉള്ളൂടാ. 30 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്കറിയാം? 30 × 30 ആണ്. ഇത് ചെയ്ത് കണ്ടുപിടിക്കാൻ പോകണോ? നമുക്കറിയാം 3 × 3 ചെയ്യുക. അപ്പൊ നമുക്ക് 9 കിട്ടും. 2 zeros ഉണ്ട്, 2 zeros ഇട്ട് കൊടുത്തു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 900 എന്ന് 30യുടെ സ്ക്വയർ കിട്ടി. 34ന്റെ എക്സാം എളുപ്പമാണോ? എടാ പറഞ്ഞോ നിഹാര പറ. 1156. ഓക്കേടാ, വെരി ഗുഡ്, കറക്റ്റ് ആണ്.
ഓക്കെ മക്കളെ, ഇപ്പൊ വേഗം ചെയ്തോട്ടാ. ഇനി എന്ത് ചെയ്യാം? 34ന്റെ സ്ക്വയർ നമുക്ക് കിട്ടി, 30യുടെ സ്ക്വയറും കിട്ടി. ഇനി എന്ത് ചെയ്യണോടാ? മൈനസ് ചെയ്യാട്ടാ. മൈനസ് ചെയ്ത് വേഗം കണ്ടുപിടിച്ചോ. വേഗം ആയിക്കോട്ടെ. സാറെ അടുത്താളെ വിളിച്ചോ. ഫയാസ്. പറയടാ, എന്ത് വരൂടാ മൈനസ് ചെയ്യുമ്പോ? മൈനസ് ചെയ്യണല്ലോ. വേഗം ചെയ്യ് വേഗാവട്ടെ. സ്പീഡപ്പ്. മിസ്സിന്റെ പിള്ളേരൊക്കെ നല്ല അടിപൊളിയായിട്ട് തകർത്ത് സ്പീഡിലെല്ലാം ചെയ്യട്ടാ. വേഗം ചെയ്തോ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേടാ? കിട്ടി സാധനം കിട്ടി. പറഞ്ഞോടാ. 254 ആണോ? ഉറപ്പാണോ? 254 മൈനസ് ചെയ്യുമ്പോ കിട്ടാ 1156 മൈനസ് 900 900. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊന്ന് മൈനസ് ചെയ്തേടാ. എവിടെയോ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടല്ലാടാ. ആണാ? എടാ നിനക്ക് ശ്രദ്ധയില്ലെന്ന് പറയണടാ. എന്താടത്? കുഴപ്പമില്ലടാ. എന്ത് ചെയ്യാനായിട്ടാണ് അവർക്ക്? അപ്പൊ നീ പറയണം. മടിയിലാണോ ചേട്ടാ? മടിയിലേ വെക്കണ എന്തിനാ? നിങ്ങളുടെ തല ഇങ്ങനെ കഴുത്ത് വേരെടുക്കൂലേ നിനക്ക്? അപ്പൊ വേഗം മൈനസ് ചെയ്ത് പറ. എന്ത് വരൂടാ? 6 - 0 എന്ത് വരൂടാ? 6 അല്ലേ വരിക. 6 - 0 6. 5 - 0 5. 11 - 9 എത്ര വരും? 2. അപ്പൊ നമുക്ക് എത്ര കിട്ടുക? 256. നിനക്ക് എങ്ങനെ 4 വന്നടാ? അങ്ങനെയല്ലട്ടാ. മൈനസ് ചെയ്യുമ്പോൾ തെറ്റിപ്പോരുതട്ടാ. 256 നമുക്ക് കിട്ടി മക്കളെ. ബിയുടെ സ്ക്വയർ ആണ്, ബേസിന്റെ സ്ക്വയർ ആണ് നമുക്ക് എന്ത് കിട്ടിയത്? 256 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ബേസ് എന്തായിരിക്കും? സാർ ഒരാളെ വിളിച്ചേ. സിദ്ധാർത്ഥേ, പറയടാ. എന്ത് വരൂടാ ബേസ്? അത് തന്നെ സ്ക്വയർ റൂട്ട്. അത് തന്നെടാ. 256ന്റെ സ്ക്വയർ റൂട്ട് എന്ന് വന്നു. കിട്ടി. എല്ലാം കിട്ടി കഴിഞ്ഞവനല്ലേ? എടാ ഭയങ്കര. ഓക്കെ, അങ്ങനെ ഇട്ടാ മതി. നിനക്ക് എന്തായാലും ഡയറക്റ്റ് ആയിട്ട് കിട്ടി. പക്ഷെ ഡയറക്റ്റ് ആയിട്ട് കിട്ടാത്ത കുറച്ച് പേരുണ്ടാവൂടാ. അപ്പൊ അവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പൊ പറഞ്ഞു കൊടുക്കട്ടെ കേട്ടാ. ഓക്കേടാ. വെരി ഗുഡ്. ഓക്കെ, സാർ അടുത്ത ആളെ വിളിച്ചോ. ഫാത്തിമ. ഫാത്തിമ കുട്ടി, നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 256 കണ്ടുപിടിക്കണോടാ. എങ്ങനെയാടാ കണ്ടുപിടിക്കുക? ഒറ്റടിക്ക് കിട്ടി. എന്നാലും പറഞ്ഞേര്. കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേര്. എടാ ഒറ്റടിക്ക് കിട്ടൂട്ടാ. എങ്ങനെയാണെന്നറിയോ? അതുകൂടി ഒന്ന് മിസ് പറഞ്ഞേക്കാട്ടാ. എടാ 256 നമുക്കറിയാം 16ന്റെ സ്ക്വയർ ആണ് 256. ചിലവർക്ക് അറിയായിരിക്കും, ചിലർക്ക് അറിയാൻ പറ്റില്ലായിരിക്കും. അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യുക? ഫാക്ടറൈസ് ചെയ്യുക. അറിയാവുന്നവരാണെങ്കിൽ ഇത് ഡയറക്റ്റ് എഴുതുക. ഇതിന്റെ സ്ക്വയർ ആണ് 16ന്റെ സ്ക്വയർ ആണ് 256 എങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 256 എന്തായിരിക്കും മക്കളെ? 16 ആയിരിക്കും. ഇത് ഡയറക്റ്റ് കിട്ടുന്നവർക്ക് അങ്ങനെ എഴുതാം. കിട്ടിയില്ലെന്ന് വെച്ച് കുഴപ്പമില്ലടാ. നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി കേട്ടാ. ഒരു പ്രശ്നമില്ല. ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടാ. അപ്പോൾ നമുക്ക് കിട്ടാത്തവരാണെങ്കിൽ വേഗം ഫാക്ടറൈസ് ചെയ്യുക, കണ്ടുപിടിക്കുക. ഓക്കേടാ. ഫാക്ടറൈസേഷൻ വേഗം ഒന്ന് പറഞ്ഞോടാ. വേഗം പറഞ്ഞോ. ഫാക്ടറൈസ് ചെയ്ത് പറഞ്ഞു. പറഞ്ഞോ. 256 എനിക്ക് ഫാക്ടറൈസ് ചെയ്യണം. എന്താടാ കേക്കുന്നില്ലല്ലോ? അത് 10 വരെയല്ലേ നമ്മൾ എഴുതിയുള്ളൂ. 15 വരെ പഠിച്ചോ? കാണാതെ പഠിച്ചോ? പഠിച്ചെങ്കിൽ കുഴപ്പമില്ല. നല്ല
ആ 16ന്റെ സ്ക്വയർ വന്ന് അത് തന്നെ അങ്ങനെ വേണമെങ്കിലും ചെയ്യാട്ടാടാ, കുഴപ്പമില്ല. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമുള്ള പോലെ ചെയ്തോ. ഫാക്ടറൈസ് ചെയ്തില്ല. എന്നാലും ഫാക്ടറൈസ് ചെയ്തെന്ന് പറയാൻ പറ്റുമോ? ആരെങ്കിലും ഫാക്ടറൈസ് ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്തേടാ മക്കളെ. ഫാക്ടറൈസ് ചെയ്ത് കണ്ടുപിടിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്തേ. ആരാണ്? പാർത്തിക്. കൊള്ളാല, പാർത്തിപ്പാണ്. പാർത്തിപ്. കൊള്ളാടാ, നല്ല പേര്. ഹലോ, എടാ പറയോടാ ഫാക്ടറൈസ് ചെയ്ത്. അത് ശരി, വെറുതെ കൈ കാണിച്ചാണ്. ഓക്കെ, വേഗം ചെയ്ത് നോക്കിട്ടാ. അടുത്ത ആളെ അടിച്ചോ സാറേ. ഗണേഷ്. എടാ ഫാക്ടറൈസ് ചെയ്യണം എന്ന് ഒരു നിർബന്ധമില്ല മക്കളെ, അല്ലാതെ തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതിക്കോ, ഒരു പ്രശ്നമില്ല കേട്ടാ. ഓക്കെ, പറഞ്ഞ ക്ലിയർ ആണല്ലോ അല്ലേ? ഗണേശ് പറഞ്ഞോടാ. എന്താടാ? 2 വെച്ച് പറഞ്ഞോ. 128 കിട്ടും. 64. എന്നിട്ട് വീണ്ടും 2. 32. ഇനി 2 വെച്ച് തന്നെ 2 വെച്ച് തന്നെ 16. ഓക്കെടാ. ഇനി വീണ്ടും 2. 8. 2. 4. വീണ്ടും 2 അല്ലേ? മക്കളെ, ഇത്രയും ചെയ്ത് സമയങ്ങളാണോന്ന് ഒരു നിർബന്ധമില്ല കേട്ടാടാ. നിങ്ങൾക്ക് ഡയറക്റ്റ് അറിയാമെങ്കിൽ അങ്ങനെ ചെയ്തോട്ടാ, ഒരു പ്രശ്നമില്ലേ. 256 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റി മക്കളെ? 1 2 3 4 5 6 7 8 രണ്ടുകളുടെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റി. അപ്പൊ എഴുതിക്കോ. 1 2 3 4 5 6 7 8 ഉണ്ടോ? 8 രണ്ടുകളുടെ പ്രോഡക്റ്റ് ആയിട്ട് 256 എഴുതാൻ പറ്റി. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുക? 2 പേരെ വെച്ച് ഒരു ഗ്രൂപ്പ് ആക്കും അല്ലേ? ഓക്കെ, 2 × 2 നമുക്ക് എങ്ങനെ എഴുതാം? 2ന്റെ സ്ക്വയർ, 2ന്റെ തലപ്പൊക്കത്ത് നമ്മൾ 2 കൊടുത്തു. ഇനി ഇൻറ്റു ഈ 2 × 2 എനിക്ക് വീണ്ടും എങ്ങനെ എഴുതാം? 2ന്റെ സ്ക്വയർ എന്ന് എഴുതാം. വീണ്ടും ദേ വരുന്നു അടുത്ത 2 × 2, അതിനെയും 2ന്റെ സ്ക്വയർ എന്ന് എഴുതാം. വീണ്ടും ദേ ഇവിടെ ഒരു 2 × 2 വരുന്നു, അതിനെയും 2ന്റെ സ്ക്വയർ എന്ന് എഴുതാം. കിട്ടിയോടാ? കിട്ടിയവരെല്ലാവരും വേഗം ഒരു ടാറ്റ് തന്നേ മക്കളെ. കിട്ടിയവരെല്ലാവരും വേഗം ഒരു ടാറ്റ് തന്നേ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ദേ എല്ലായിടത്തും സ്ക്വയർ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ആ സ്ക്വയറിന് അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് കൊടുക്കാൻ പോവാണ്. 2 × 2 × 2 ദ ഹോൾ സ്ക്വയർ എന്ന് ഞാൻ എഴുതി. ഓക്കെ, ഇനി 2 × 2 എന്താ മക്കളെ? 4 ആണ്. 4 × 2 എത്രയാടാ? 8 ആണ്. 8 × 2 എത്രയാണ്? 16. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 16 സ്ക്വയർ ആണ് 256 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? സ്ക്വയർ റൂട്ട് ഓഫ് 256 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ സാർ ഒരാൾ വിളിച്ചോ. ആൽവിൻ 16. ഇതൊക്കെ ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ട് മിസ്സേ. 16 സെന്റിമീറ്റർ അത്രേ ഉള്ളൂ. അതിനാണ് മിസ് ഇത്രയും ഹൈപ്പിടുന്നത് അല്ലേടാ? അത്രേ ഉള്ളൂ. ഓക്കെ, സ്ക്വയർ റൂട്ട് ഓഫ് 256 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി മക്കളെ? 16 എന്ന് കിട്ടി. ഇനി സ്ക്വയർ റൂട്ട് ഓഫ് 256 എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചത് എന്ത് സാധന? അതെ, നമ്മുടെ ബി ആണ്, ബേസ് ആണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടിയത്? സ്ക്വയർ റൂട്ട് ഓഫ് 256 ഈസ് 16. നമ്മൾ എന്ത് യൂണിറ്റ് കൊടുക്കണ്ടേ? അവൻ പറഞ്ഞു എത്രയാണ്? സെന്റിമീറ്റർ എന്ന് കൊടുക്കണം. കാരണം എന്തുകൊണ്ടാണ്? ബാക്കിയുള്ളതൊക്കെ സെന്റിമീറ്ററിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ബേസ് എന്ന് പറയുന്നതും സെന്റിമീറ്ററിൽ തന്നെ എഴുതണം. അപ്പൊ 16 സെന്റിമീറ്റർ എന്ന് നമുക്ക് എന്ത് കിട്ടി? ബേസ് കിട്ടി. കിട്ടിയവരെല്ലാരും വേഗം ഒരു ടാറ്റ് തന്നി മക്കളെ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേടാ? ഓക്കെ. എടാ പ്രയാഗെ, നീ പേടിപ്പിക്കാനിരിക്കണേടാ മോമുടിയൊക്കെ വെച്ച്. പുതിയതാണെന്ന് തോന്നുന്നു. അടിപൊളിയാടാ, കൊള്ളാം. ക്ലാസ്സിന്റെ ടൈമിൽ നീ എന്തിനാ എടുത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നെ പേടിപ്പിച്ച് ഓടിക്കാനാണാടാ? എടാ മക്കളെ, നമ്മളിപ്പോ എന്താണ് പൈതഗോറസ് തിയറം വെച്ചിട്ട് കുറെ പ്രോബ്ലംസ് ഒക്കെ ചെയ്തല്ലേ. ഇനി ഒന്ന് ചാടി ഒന്ന് എണീറ്റടാ. ഒന്ന് എണീറ്റേ മക്കളെ, വേഗം ആയിക്കോട്ടെ. വേഗം അങ്ങോട്ട് ചാടി എണീക്കാട്ടോ. വേഗാട്ടെ സ്പീഡാവട്ടെ.
സ്പീഡാവട്ടെ. ആ വേഗം എല്ലാവരും ചാടി എണീക്കുക. ആ ആ ആ എടാ നമുക്ക് പറയാട്ടെ എൽഡ്രോയെ, വലിയ കാര്യം. എടാ ഇത് കഴിയുമ്പോൾ വിളിക്കാൻ തന്നെ. ഓ ഓക്കെ മക്കളെ, എല്ലാവരും എണീക്കുക. എടാ എല്ലാവരും കൈ ഒന്ന് നോക്കിയേ. ഹാൻഡ്സ് അപ്പ്. ഓക്കെ, ദെൻ ഹാൻഡ്സ് ഡൗൺ. ഓക്കെ, അഗെയിൻ ഹാൻഡ്സ് അപ്പ്. ഓക്കെ, ഹാൻഡ്സ് ഡൗൺ. ആ ഓക്കെ, കൈ ഒന്ന് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നേടാ. സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചേ. ആ ഒന്ന് കൈ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാടാ. അയ്യോ ഇന്ന് പുതിയ ഗെയിം കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേടാ, സോറിടാ മിസ് മറന്നുപോയി. അടുത്ത ക്ലാസ്സിൽ ഉറപ്പായിട്ട് കൊണ്ടുവരാടാ. ഓക്കെ, ഇനി ഷോൾഡർ ഒന്ന് സെറ്റ് ആക്കിയടാ. ഷോൾഡർ ഒന്ന് സെറ്റ് ആക്കി. ഓക്കെ, അടുത്തത് അടുത്ത സൈഡ്. ഓക്കെ, കൈ വീണ്ടും ഒന്ന് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, ഹാൻഡ്സ് ഡൗൺ. Then sit down. Okay. ഇരുന്നോ എല്ലാവരും? എവിടെ? ഓക്കെ, എടാ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. റെഡി ആണോ എല്ലാവരും? റെഡി ആണോ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ റെഡി ആണോ മിസ്സിന്റെ പിള്ളേരൊക്കെ? ഓക്കെ, റെഡി ആണെങ്കിൽ വേഗം സ്പീഡിലൊരു ടാറ്റ തന്നെ. സ്പീഡിലൊരു ടാറ്റ തന്നെ. പോന്നട്ടെ. എവിടെ? സ്പീഡ് വരട്ടെ. എത്രത്തോളം നിങ്ങൾക്ക് സ്പീഡ് ഉണ്ടോ അത്രത്തോളം സ്പീഡിൽ ഒരു ടാറ്റ തന്നേരെ. ആ ഓക്കേടാ. ദേ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കുറച്ച് ചിന്തിക്കേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ബ്രേക്കാ. എടാ ബ്രേക്ക് വരുന്നുള്ളടാ, സമയം കിടക്കാണ് ബ്രേക്കിന്. ഇതൊന്ന് കഴിയട്ടെ. ആ നോക്കിക്കോ, നമുക്ക് ക്വസ്റ്റ്യൻ ഇതാണ്. 2 pillars of heights 2 meters and 5 meters stand 4 meters apart. What is the distance between their tops? എന്താ പറയുന്നത് ഇവിടെ? രണ്ട് പില്ലേഴ്സ് ഉണ്ട് അല്ലേ? എന്തുണ്ട് മക്കളെ? തൂണുകളുണ്ട്. ഓക്കെ, 2 തൂണുകളുണ്ട്. അവരുടെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്, ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 2 മീറ്റർ എന്നും 5 മീറ്റർ എന്നും. ഓക്കെ, അപ്പം മിസ് വരയ്ക്കാണേ. ദേ 2 തൂണുകളുണ്ട്. അതിലൊരു തൂണിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. അടുത്ത തൂണിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. ഓക്കെ ആണല്ലോ? 2 മീറ്ററും 5 മീറ്ററും ഉയരമുള്ള 2 തൂണുകളുണ്ട്. 2 തൂണുകൾ മിസ് വരച്ചു. ഓക്കെ ആണല്ലോടാ? ഇനി എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവർ തമ്മിൽ, ഈ 2 തൂണുകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ദേ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ദേ ഇവിടെ മുതൽ ഇവിടെയും വരെയുള്ള സാധനം 4 മീറ്റർ എന്ന് തന്നിട്ടുണ്ട് അല്ലേ? 2 തൂണുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അതാണ് നമുക്ക് എത്ര തന്നിരിക്കുന്നത് മക്കളെ? 4 മീറ്റർ എന്ന് തന്നിരിക്കുന്നത്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടേ? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദയർ ടോപ്സ്? ഇവരുടെ മുകൾ ഭാഗങ്ങൾ തമ്മിലുള്ള ദൂരം എത്രയാണ്? മുകൾ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ദേ ഇവിടുത്തെ മുകൾ ഭാഗം ഇത്, ഇവിടുത്തെ മുകൾ ഭാഗം ഇത്. ഇവർ തമ്മിലുള്ള ദൂരം ഇതാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ലൈനിന്റെ ലെങ്ത് എന്താണ് എന്നുള്ളതാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? 2 തൂണുകളുണ്ട്, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 4 മീറ്റർ ആണ് എങ്കിൽ അവരുടെ ടോപ്പുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? അതായത് ആ ഒരു ലൈനിന്റെ ലെങ്ത് എന്താണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണെങ്കിൽ വേഗം ഒരു തംസ് പന്നി വേഗാവട്ടെ. ഓക്കേടാ. ഓക്കെ, സോ ദേ ആ ഒരു ഫിഗറിനെ മിസ് വരച്ചപ്പോൾ അത്ര ഭംഗിയില്ലാത്തതുകൊണ്ട് മിസ് ദേ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിക്കോ, ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. എങ്ങനെ ചെയ്യാൻ പറ്റൂടാ? ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കി. എങ്ങനെ നമുക്ക് വേണ്ടത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ഒന്ന് ചിന്തിച്ച് നോക്കിയേ മക്കളെ. നമ്മൾ പഠിച്ചതായിട്ട് എന്തെങ്കിലും ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോക്കി. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഓക്കെ, സാറ് ഒരാളെ വിളിച്ചോ. സാൻഡ്ര എവിടെ? സാൻഡ്ര എന്തി? സാൻഡ്ര കുട്ടി പറയടാ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും തലയിൽ വരുന്നുണ്ടോ? ചിന്തിച്ച് നോക്കി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണിത് കേട്ടോ. USSനൊക്കെ വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണേ. മിസ് ഒരു ക്ലൂ തരാം, എന്നിട്ട് പറയാൻ പറ്റുമോ നോക്കണേ. മിസ് ദേടാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊന്ന് ജോയിൻ ചെയ്യിപ്പിക്കുകയാണേ. ഓക്കെ, ജോയിൻ ചെയ്യിപ്പിച്ച് കഴിയുമ്പോൾ എനിക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടിയില്ലേ? ഒരു മട്ടത്രികോണം കിട്ടിയോ മക്കളെ? കിട്ടിയോടാ? ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞപ്പോൾ മുകളിലൊരു മട്ടത്രികോണം കിട്ടിയില്ലേ?
ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു സൈഡിൻ്റെ ലെങ്ത്ത് എന്തായിരിക്കും? എന്തായിരിക്കും ഈ ഒരു സൈഡ്? ഈ ഒരു സൈഡിൻ്റെ ലെങ്ത്ത് എത്രയായിരിക്കും? വേഗം ഒന്ന് കൈ കൊണ്ട് കാണിച്ച എല്ലാവരും, ഒന്ന് കൈ കൊണ്ട് കാണിച്ചടാ. എത്രയായിരിക്കും ഇതിൻ്റെ ലെങ്ത്ത്? എത്രയായിരിക്കും? 4 മീറ്റർ ആയിരിക്കും. കാരണം എന്തുകൊണ്ടാടാ? നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ഈ ഒരു സാധനം എന്താ? ഒരു റെക്റ്റാങ്കിൾ ആണ്, ഒരു ചതുരമാണ്. റെക്റ്റാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണെന്ന് നമുക്കറിയാം മക്കളെ, ഈക്വൽ ആണെന്ന് അറിയാം. ഓക്കെ, അപ്പൊ ഇത് 4 മീറ്റർ ആണെങ്കിൽ ഈ സൈഡും എന്ത് തന്നെയായിരിക്കും? 4 മീറ്റർ ആയിരിക്കും. അപ്പൊ നമുക്ക് ആ സൈഡ് കിട്ടി. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ഭാഗം എത്രയായിരിക്കും? ഈ ഒരു ഭാഗം എത്രയായിരിക്കും? ആരാ പറഞ്ഞുതരാൻ പോകുന്നത്? ഇത് എത്രയായിരിക്കും? മെറ്റിൽഡ. കേട്ടടാ, മിണ്ടാതിരിക്കാൻ പറഞ്ഞ കേട്ട്. പറഞ്ഞോ എന്ത് വരൂടാ ഈ ഒരു ഭാഗം? 4+5. എടാ ഞാൻ ചോദിച്ചു കണ്ടോ, ഈ ഒരു പോർഷൻ ആണ് എനിക്ക് വേണ്ട കേട്ടാ. എന്തായിരിക്കും വരിക? മക്കളെ ഒന്ന് ആലോചിച്ച് നോക്കിയടാ. ഇങ്ങനെ നമുക്കൊരു തൂണുണ്ടേ. ഈ തൂണിന്റെ ഇത്രയും വരെ നോക്കി, ഇത് നോക്കിയ മക്കളെ. ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം. ഇപ്പം ശരിയാക്കി തരാം. നോക്കിക്കോ, ഇത് റെക്റ്റാങ്കിൾ ആണെന്ന് മിസ് പറഞ്ഞില്ലേ? റെക്റ്റാങ്കിൾ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും? ഇവിടെ ഈക്വൽ ആണ് നമുക്കറിയാം. ഇപ്പം ഇവിടെ 2 മീറ്റർ ആണെങ്കിൽ ഇവിടെയും എന്ത് തന്നെയായിരിക്കും മക്കളെ? 2 മീറ്റർ ആയിരിക്കും. ഇവിടം മുതൽ ഇവിടെയും വരെയുള്ള ദൂരം അല്ലേ? റെക്റ്റാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് അല്ലേടാ? എതിർവശമല്ലേ? എതിർവശങ്ങൾ തുല്യമാണ് നമുക്കറിയാം. അപ്പം ഈ ഒരു പോർഷൻ, ഈ ഒരു വൈറ്റ് കളറിൽ മിസ് കാണിച്ചിരിക്കുന്ന ഈ ഒരു ഭാഗം എത്രയായിരിക്കും? 2 മീറ്റർ ആയിരിക്കും. ടോട്ടൽ നമ്മുടെ തൂണിന്റെ ലെങ്ത്, ഹൈറ്റ് എന്ന് പറയുന്ന ടോട്ടൽ എത്രയാണ്? 5 മീറ്റർ ആണ്. അതിൽ ഇത്രയും ഭാഗമാണ് നമുക്ക് എന്ത് വന്നത് മക്കളെ? 2 എന്ന് വന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഈ ഒരു പോർഷൻ, ഈ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു പോർഷൻ എത്രയായിരിക്കും? എത്രയായിരിക്കും ഈ ഒരു ഭാഗം? എത്രയായിരിക്കും? 3 മീറ്റർ ആയിരിക്കും. ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണെങ്കിൽ വേഗം ഒരു ടാറ്റ് തന്നിടാ. മക്കളെ അപ്പൊ ഇത്രേ ഉള്ളൂടാ. ടോട്ടൽ 5 മീറ്റർ ആയിരുന്നു. അതിൽ ഇവിടം മുതൽ ഇവിടെയും വരെയുള്ള ഭാഗം 2 മീറ്റർ ആണെന്ന് കിട്ടിയത്. എങ്ങനെയാ കിട്ടിയത്? ഇതൊരു റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും മക്കളെ? ഈക്വൽ ആയിരിക്കും. അപ്പൊ 2 മീറ്റർ പോയാൽ, 5 മീറ്ററിൽ നിന്ന് 2 മീറ്റർ പോയാൽ ബാക്കി എത്രയുണ്ട്? 3 മീറ്റർ ഉണ്ട്. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ഈ ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ഈ സൈഡ് എന്ന് പറയുന്നത് 3 മീറ്റർ ആണെന്ന് കിട്ടിയല്ലോ. അപ്പോൾ ആ റൈറ്റ് ട്രയാങ്കിൾ, നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന റൈറ്റ് ട്രയാങ്കിളിനെ മിസ് ഒന്ന് എടുത്ത് വരയ്ക്കുകയാണേ. ഇങ്ങനെയാണ് നമ്മുടെ റൈറ്റ് ട്രയാങ്കിൾ വരുന്നത്. അതിൻ്റെ ഈ സൈഡ് 3 ആണെന്നറിയാം, ഈ സൈഡ് 4 മീറ്റർ ആണെന്നറിയാം. നമുക്ക് എന്താ വേണ്ടേ? ഇവർ തമ്മിലുള്ള ദൂരം, അതായത് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? ഈ വൈറ്റ് കളറിൽ മിസ് കാണിക്കുന്ന ഈ ഒരു ഭാഗമാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് ട്രയാങ്കിളിന്റെ മട്ടത്രികോണത്തിന്റെ ഏത് വശമാണ് മക്കളെ? ഏത് സൈഡാണ്? സാർ ഒരാളെ വിളിച്ചോ. ഡെൽവിൻ എന്ത് വരൂടാ? ഹൈപ്പോട്ടിന്യൂസ് ആണ് അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട എന്താണ്? ഹൈപ്പോട്ടിന്യൂസിനെ നമ്മൾ അല്ലെ, കർണത്തിനെ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. എങ്ങനെ നമ്മൾ കർണത്തിനെ കണ്ടുപിടിക്കും? ഇക്വേഷൻ വേഗം ഒന്ന് പറഞ്ഞേടാ. ഇക്വേഷൻ പറയാ, h² = b² + a². അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ബി എന്ന് പറയുന്നത്, ബേസ് എന്ന് പറയുന്നത് 4 ആണ്. ഓൾട്ടിറ്റ്യൂഡ് എ എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ 4² + 3² എന്ന് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4² എത്രയാണ്? നമുക്കറിയാം അല്ലെ? നമുക്കറിയാവുന്ന കാര്യമാണ്. 16 ആണ്. 4 × 4 16 ആണ്. പ്ലസ് 3² എന്ന് പറഞ്ഞാൽ എന്താണ്? 3 × 3 ആണ്. അത് എത്രയാണ്? 9 ആണ്. 16 + 9 എത്ര വരും മക്കളെ? 25 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ എച്ചിന്റെ സ്ക്വയർ ആണ് നമുക്ക് 25 എന്ന് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എച്ച് എന്താണ്? എത്രയാണ്? നമ്മൾ 25നെ കുറേ ചെയ്തതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അറിയേണ്ടതാണ് എന്താണെന്നുള്ളത്. സാർ ഒരാളെ വിളിച്ചോ. സിനാൻ സിനാനെ എടാ പറയടാ, എന്ത് വരും ഇവിടെ? എച്ച് പറ. എടാ എച്ചിന്റെ സ്ക്വയർ ആണ് 25 എന്ന് കിട്ടിയാ. അങ്ങനെയാണെങ്കിൽ എച്ച് എന്തായിരിക്കും? എടാ നമ്മൾ ഇത്രയും നേരം ചെയ്തില്ലേ? എച്ചിന്റെ സ്ക്വയർ ആണ് 25 എങ്കിൽ എച്ച് എന്തായിരിക്കും? നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ
2നെ എടുത്ത് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും. അതിനെ പറയണ പേരെന്താണ്? ഞാൻ ക്ലാസ്സിന്റെ ആദ്യം മുതൽ പറയാടാ, അത് പഠിക്കും നിങ്ങള്. ആ പേര് സ്ക്വയർ റൂട്ട്. സൈഡിൽ എഴുതി വെച്ചോ, സ്ക്വയർ റൂട്ട്. അറിയാത്തവർ വേഗം സൈഡിൽ എഴുതിയിട്ട് ഇന്ന് തന്നെ ഇരുന്ന് പഠിച്ചോളൂ കേട്ടോ. അതിനെ പറയുന്ന പേരാണ് സ്ക്വയർ റൂട്ട് അഥവാ വർഗമൂലം എന്ന് നമ്മൾ പറയൂ കേട്ടോ. വർഗമൂലം. അറിയാത്തവർ വേഗം പഠിച്ചു വെച്ചോട്ടാ. അപ്പൊ h എന്ത് വരും ഇവിടെ? സ്ക്വയർ റൂട്ട് ഓഫ് 25 വരും. ഇനി എന്താണ് ഈ സ്ക്വയർ റൂട്ട് ഓഫ് 25? അതുകൂടി പറ. ഞാൻ പറ, സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്താ? പറ. എവിടെ? എടാ, എങ്ങനെയാണ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്ന ഒരു നമ്പറിന്റെ? എടാ, ഫാക്ടറൈസേഷൻ നീ ക്ലാസ്സിൽ ഇല്ലേ? നീ ഇത്ര നേരം എവിടെയായിരുന്നു? എടാ, ഈ തൊട്ട് മുന്നേ പ്രോബ്ലംസ് ചെയ്തുള്ളൂ, എന്നിട്ടാണ് നീ ഇങ്ങനെ ഇരിക്കുന്നേ. എക്സാം ആണ് ട്ടോ. കിട്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും മക്കളെ? 25ന്റെ ഫാക്ടറൈസ് ചെയ്യും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് വരും? 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 നമുക്ക് കിട്ടും. ദാറ്റ് ഇസ് 25നെ നമുക്ക് എങ്ങനെ എഴുതാം? 5 × 5 ദാറ്റ് ഇസ് 5 സ്ക്വയർ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്തായിരിക്കും? നീ തന്നെ പറഞ്ഞോടാ, പറഞ്ഞോ. 25 എന്ന് പറയുന്നത് 5ന്റെ സ്ക്വയർ ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 25? 5 അതൊക്കെ എന്ത് സാരമാണ്? എടാ, 5ന്റെ സ്ക്വയർ ആണ് 25 എങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ എഴുതാ? 2ന് ഇപ്പുറത്തേക്ക് എടുക്കുന്നു. അപ്പൊ ഇതെന്തായി? സ്ക്വയർ റൂട്ട് ഓഫ് 25 ആയി. ബാക്കി ഇവിടെ എന്തുണ്ട്? സ്ക്വയർ റൂട്ട് ഓഫ് 25 is equal to 5 ടാ. എന്താണിത്? എടാ, 25 എന്ന് പറയുന്നത് 5ന്റെ സ്ക്വയർ ആണ്. 25 is equal to 5ന്റെ സ്ക്വയർ ആണ് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ സ്ക്വയറിന് എടുത്തത് ഇപ്പുറത്തേക്ക് ഇടും. അപ്പൊ എന്തായിട്ട് മാറും? സ്ക്വയർ എന്തായിട്ട് മാറും മക്കളെ? സ്ക്വയർ റൂട്ട് ആയിട്ട് മാറും. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 25 is equal to എന്ത് വരും? നമ്മൾ ഈ 2നെ ഇപ്പുറത്തേക്ക് എടുത്ത് കളഞ്ഞു. ബാക്കി ഇവിടെ എന്താ ഉള്ളേ? 5 ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? സ്ക്വയർ റൂട്ട് ഓഫ് 25 5 ആണെന്ന് കിട്ടി. ഇത് എത്ര ക്ലാസ് ആയിടാ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി മക്കളെ? സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടിയടാ? 5 ആണെന്ന് കിട്ടി. യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. ഇവിടെ എല്ലാം മീറ്ററിലായതുകൊണ്ട് ഹൈപ്പോട്ടിന്യൂസും നമ്മൾ മീറ്ററിൽ എഴുതണം. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? മുകൾ ഭാഗങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി മക്കളെ? നമുക്ക് എത്ര കിട്ടി? 5 മീറ്റർ ആണെന്ന് കിട്ടി. ഓക്കെ ആണോടാ? എന്താ നമുക്ക് കിട്ടിയത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടോപ്പ് അല്ലേ? നമുക്ക് എന്താ വരിക? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദയർ ടോപ്പ് ഇസ് ഈക്വൽ ടു എത്ര വന്നു? 5 മീറ്റർ എന്ന് വന്നു കേട്ടോ. അത് എഴുതിക്കോ കേട്ടോ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദർഫോർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ their tops. ഓക്കെ, എന്താണ്? മുകൾ ഭാഗങ്ങൾ തമ്മിലുള്ള അകലം. മുകൾ ഭാഗങ്ങൾ തമ്മിലുള്ള എന്താടാ? ദൂരം അല്ലെങ്കിൽ അകലം, എന്തൊക്കെ എഴുതിക്കോ, എന്ത് വേണമെങ്കിലും എഴുതിക്കോ കേട്ടോ. തമ്മിലുള്ള ദൂരം ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര വന്നു മക്കളെ? 5 മീറ്റർ എന്ന് നമുക്ക് കിട്ടി. സോ ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ ആണോടാ? ഇത്രയും മനസ്സിലായെങ്കിൽ വേഗം ഒരു ടാറ്റ തന്നെ വേഗാവട്ടെ സ്പീഡിൽ. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പൊ ഇതൊക്കെ ഇത്തിരി ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് ശരിക്കും ശ്രദ്ധിച്ചു നോക്കുക. നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ എടാ മക്കളെ, അപ്പോൾ ഇനി നമുക്ക് ബ്രേക്ക് എടുക്കാം അല്ലേ? ബ്രേക്ക് എടുത്തിട്ട് ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് വേഗം വരാട്ടെ എല്ലാവരും. മക്കളെ എല്ലാവരും ബ്രേക്ക് ഒക്കെ കഴിഞ്ഞിടാ, എല്ലാവരും വേഗം വീഡിയോ ഓൺ ചെയ്യാം. നമ്മളിത് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പോവാം കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3 വേഗം നോക്കിക്കോ. Find the length of the bottom side of the triangle drawn below. അപ്പൊ നിങ്ങൾ വിചാരിക്കും താഴെ ഒന്നും കണ്ടില്ലല്ലോ. ദേ വരുന്നു ഇവിടെ ഉണ്ട്, കണ്ടോ? ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ മക്കളെ. ഒരു ട്രയാങ്കിൾ നമുക്ക് തന്നിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ നിങ്ങൾ, ഒരു യെല്ലോ കളറിലെ അല്ലേ?
ഒരു ബീച്ച് കളർ അല്ലേ, ഒരു യെല്ലോ കളർ പോലത്തെ ഒരു കളറിൽ ഒരു ട്രയാങ്കിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ട്രയാങ്കിളിന്റെ എന്താ മക്കളെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ബോട്ടം സൈഡ്, താഴത്തെ വശം, അതായത് ഈ ഒരു സൈഡ് നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മക്കളെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോടാ? ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, ഈ ട്രയാങ്കിളിന്റെ താഴത്തെ വശം നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ഇതും ഒന്ന് ചിന്തിക്കാനുള്ള പ്രോബ്ലം ആണ്. വേഗം എങ്ങനെ കണ്ടുപിടിക്കും നോക്കിയടാ, എങ്ങനെ കണ്ടുപിടിക്കും? അതിന് വേണ്ടിയിട്ട് മക്കളെ നമുക്ക് ഇവിടെ ഒരു ക്ലൂ തന്നിട്ടുണ്ട് നമ്മുടെ ഫിഗറിൽ. എന്താണ് ആ ക്ലൂ നോക്കി? ഈ ഒരു വലിയ ട്രയാങ്കിളിനെ 2 കഷണമാക്കി അല്ലെ, 2 പാർട്ടാക്കി മുറിച്ചിട്ടുണ്ട്. ഒന്ന് നോക്കിയ മക്കളെ, തേടാ കണ്ടോ, ഇവിടെ ഒരു ബ്ലാക്ക് കളറിലെ ലൈൻ നടുക്കിയ കൂടി പോയെങ്ങനെ കണ്ടോ? അങ്ങനെ ആ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ട്രയാങ്കിൾ എന്തായിട്ട് മാറി മക്കളെ? 2 ട്രയാങ്കിൾ ആയിട്ട് സ്പ്ലിറ്റ് ആയി അല്ലെ, 2 ട്രയാങ്കിൾസ് ആയിട്ട് സ്പ്ലിറ്റ് ആയി. ഈ 2 ട്രയാങ്കിൾസിന്റെ പ്രത്യേകത എന്താടാ? അതെ, ഇവിടെ ഒരു സ്ക്വയർ കാണിച്ചിട്ടുണ്ടല്ലേ. ഇതിന്റെ മീനിങ് എന്താടാ? ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്, മട്ടത്രികോണങ്ങളാണ്. അപ്പൊ മക്കളെ നമുക്ക് എന്താണ് കിട്ടിയത്? 2 മട്ടത്രികോണങ്ങൾ, 2 റൈറ്റ് ട്രയാങ്കിൾസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആ 2 റൈറ്റ് ട്രയാങ്കിൾസിനെ മിസ് ഇതേ എടുത്ത് വരയ്ക്കാം കേട്ടോ, നോക്കിക്കോ കേട്ടോ. ഒരു റൈറ്റ് ട്രയാങ്കിൾ നമുക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടേ. ഓക്കെ, നമുക്ക് ഇവിടെ 13 സെന്റിമീറ്റർ ആണെന്ന് അറിയാം, ഇവിടെ 12 സെന്റിമീറ്റർ ആണെന്ന് അറിയാം. കണ്ടോ, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യമാണ് മിസ് എടുത്ത് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഈ ഒരു മട്ടത്രികോണത്തിന്റെ 13 എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഹൈപ്പോട്ടിന്യൂസ് അഥവാ കർണമാണ് അല്ലെ, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ 12 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഓൾട്ടിറ്റ്യൂഡ് അഥവാ ലംബമാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി അടുത്ത ട്രയാങ്കിൾ എങ്ങനെയാണ് നോക്കിയടാ? അടുത്ത ട്രയാങ്കിൾ ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇതിൻ്റെയും എന്താണ്? ഹൈപ്പോട്ടിന്യൂസ് 13 സെന്റിമീറ്റർ ആണ്, അതുപോലെ ഓൾട്ടിറ്റ്യൂഡ് 12 ആണെന്നും തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട മക്കളെ? എന്താടാ കണ്ടുപിടിക്കേണ്ടേ? ഈ ബേസ് അല്ലേടാ കണ്ടുപിടിക്കണ്ടേ? ഓക്കെ, അപ്പൊ നോക്കിയേ, നമുക്ക് ടോട്ടൽ ഇവിടെ മുതൽ ഇവിടെയും വരെ ഉള്ളത് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതിയടാ? ആദ്യത്തെ ട്രയാങ്കിളിന്റെ ബേസ് കണ്ടുപിടിക്കുക, പിന്നെ രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ബേസ് കണ്ടുപിടിക്കുക, രണ്ടും കൂടി കൂട്ടുക. അപ്പൊ നമുക്ക് കിട്ടിയില്ലേടാ താഴത്തെ വശം? കിട്ടിയാ? എന്ത് ചെയ്യണം? നമ്മൾ ഈ 2 മട്ടത്രികോണങ്ങളുടെയും ബേസ് കണ്ടുപിടിക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? രണ്ടും കൂടി കൂട്ടുന്നു, 2ന്റെയും തുക എടുക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും മക്കളെ? അതിന്റെ നമ്മുടെ വലിയ ട്രയാങ്കിളിന്റെ, ആ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന ട്രയാങ്കിളിന്റെ എന്ത് കിട്ടൂടാ? ബേസ് അഥവാ താഴെയുടെ വശം നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാട്ടാടാ. നോക്കി, ഈ ആദ്യത്തെ ട്രയാങ്കിളെ ഫസ്റ്റ് ട്രയാങ്കിൾ, ഇത് സെക്കൻഡ് ട്രയാങ്കിൾ. ഈ ഫസ്റ്റ് ട്രയാങ്കിളും സെക്കൻഡ് ട്രയാങ്കിളും ഒന്ന് നോക്കിയിടാ, രണ്ടും സെയിം ട്രയാങ്കിൾ അല്ലേ? നോക്കി, ഇതിന്റെ ഹൈപ്പോട്ടിന്യൂസ് 13 ആണ്, ഇതിന്റെയും ഹൈപ്പോട്ടിന്യൂസ് 13 ആണ്. ഇതിന്റെ ഓൾട്ടിറ്റ്യൂഡ് 12 ആണ്, ഇതിന്റെയും ഓൾട്ടിറ്റ്യൂഡ് 12 ആണ്. അപ്പൊ രണ്ടും എന്താണ്? സെയിം ട്രയാങ്കിൾ ആണ് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ബേസും എന്തായിരിക്കും മക്കളെ? ഈക്വൽ ആയിരിക്കും, സെയിം ആയിരിക്കും. അത് നിങ്ങളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം കേട്ടാ. എന്താടാ, ഇവിടെ രണ്ടിടത്തും തന്നിരിക്കുന്ന ട്രയാങ്കിൾസ് എന്താണ്? ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾസ് ആണ്, സെയിം ട്രയാങ്കിൾ ആണ്. അപ്പൊ അതിന്റെ ബേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ ഈക്വൽ ആയിരിക്കും. അപ്പൊ ഏതെങ്കിലും ഒരു ബേസ് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ, വേഗം ഒന്ന് ബേസ് ഒന്ന് കണ്ടുപിടിച്ചേടാ, വേഗം ഒന്ന് ബേസ് കണ്ടുപിടിച്ചേ, വേഗം കണ്ടുപിടിക്കുക കേട്ടാ. ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ, രണ്ടും സെയിം ട്രയാങ്കിൾ ആണ്, അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. വേഗം കണ്ടുപിടിച്ചോ കേട്ടോ. ബേസ് ഇത്രയും ഭാഗമാണ് നമുക്ക് വേണ്ടത്. വേഗം കണ്ടുപിടിച്ചേടാ, വേഗാവട്ടെ. ബേസ് എങ്ങനെ കണ്ടുപിടിക്കും? ഇക്വേഷൻ എന്താണ്? സാർ ഒരാളെ വേഗം വിളിച്ചോ. റൂബൻ എവിടെ? എടാ കേൾക്കുന്നില്ലേ? എടാ സംസാരിക്കടാ, ഒന്നും കേൾക്കുന്നില്ലടാ. എന്താണെന്ന്? എന്താണ്? എടാ എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. എനിക്ക് ഒന്നും പറയുന്നത് കേൾക്കുന്നില്ലടാ, ഫുള്ള് കട്ടാണ് മോനെ. ഇത്ര ഉള്ളൂടാതെ ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടിന്യൂസ് നമുക്കറിയാം, ഓൾട്ടിറ്റ്യൂഡും അറിയാം. കണ്ടുപിടിക്കേണ്ടത് ബേസ് ആണ്. ബേസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് എന്നാണ് ഞാൻ ചോദിച്ചത്. ഹലോ, എടാ ബേസ് എങ്ങനെ കണ്ടുപിടിക്കുക? ഇക്വേഷൻ എന്താണ്? എടാ ഫുള്ള് കട്ടാടാ, എന്തോ പ്രശ്നമുണ്ട്. നീ ഒന്ന് റീജോയിൻ ചെയ്യട്ടാ, ഒന്നും കേൾക്കുന്നില്ല. സാർ അടുത്ത ആളെ വിളിച്ചോ. ആരോൺ
ആരോണേ പറയടാ, എന്ത് വരൂടാ ബേസ്? ഇക്വേഷൻ എന്താണെന്നുള്ളത് ആദ്യം പറ. ആ ബേസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പോന്നോട്ടെ ഇനി ബാക്കി. മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഒരു കണക്കിന് അവൻ ഒപ്പിച്ചെടുത്ത്. ബേസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു, എടാ സ്പീഡിൽ പറയാൻ പഠിക്കണം, ഉറക്കത്തിലൊക്കെ അങ്ങോട്ട് പറഞ്ഞു. ബേസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. വേഗം അങ്ങോട്ട് പറഞ്ഞു പഠിച്ചോളൂ കേട്ടാ. ഓക്കെ, അടിപൊളിയടാ, സൂപ്പർ. ഓക്കെ, ഇനി ഹൈപ്പോട്ടന്യൂസ് നമുക്കറിയാലോ മക്കളെ, എന്താണ്? 13 ആണ് എന്ന് നമുക്കറിയാം. അപ്പൊ മിസ് എഴുതി 13 സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താടാ? 12 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 12 സ്ക്വയർ എന്ന് കിട്ടി. ഇനി 13ന്റെ സ്ക്വയർ എന്താണ് മക്കളെ? 13ന്റെ സ്ക്വയർ എന്താണ്? 13ന്റെ സ്ക്വയർ വേഗം കാണിച്ചേ, വേഗം പറഞ്ഞു സാർ. ഒരാളെ വേഗം വിളിച്ചോ. അനിക. വെള്ളം കുടിച്ചോടാ. തീറ്റയിലായിരുന്നു. വേഗം വെള്ളം കുടിച്ചിട്ട് ആൻസർ ചെയ്യൂ കേട്ടാ. ആ 169. 12 സ്ക്വയറോ? 144. മക്കളെ ഈ 12ന്റെ സ്ക്വയറും 13ന്റെ സ്ക്വയർ 5ന്റെ സ്ക്വയർ ഒക്കെ ഇല്ലേ, നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം കേട്ടോ. അതൊക്കെ ചെയ്ത് നിന്ന് വെറുതെ സമയം കളയരുത്. ഈ 13ഉം 12 ഒക്കെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണേ. അപ്പൊ അതുകൊണ്ട് 13ന്റെ സ്ക്വയറും 12ന്റെ സ്ക്വയർ ഒക്കെ ശരിക്കും പഠിച്ചു വെക്കാം കേട്ടോ. എടാ മൈനസ് ചെയ്ത് പറഞ്ഞോടാ വേഗം. 25 നമുക്ക് കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്താ? ബേസിന്റെ സ്ക്വയർ ആണ് 25 എന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ബേസ് എന്തായിരിക്കും? ബേസ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 25 ആയിരിക്കും. സ്ക്വയർ റൂട്ട് ഓഫ് 25 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. കുറേ പ്രോബ്ലം നമ്മൾ ചെയ്തു. എന്താ മക്കളെ സ്ക്വയർ റൂട്ട് ഓഫ് 25? 5 ആണ്. സോ നമ്മുടെ ബേസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടിയിടാ? 5 സെന്റിമീറ്റർ. അതായത് ഈ ഒരു പോർഷൻ ആണ് നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത് മക്കളെ? 5 സെന്റിമീറ്റർ എന്ന് കിട്ടിയിരിക്കുന്നത്. നമ്മളോട് ഈ ചെറിയ ഭാഗം അല്ല ചോദിച്ചിരിക്കുന്നത്. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ടോട്ടൽ വലിയ ട്രയാങ്കിളിന്റെ ടോട്ടൽ താഴെ വരുന്ന സൈഡിന്റെ ലെങ്ത്. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഈ കാണിച്ചിരിക്കുന്ന രണ്ട് സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്ന ഈ രണ്ട് ട്രയാങ്കിൾസ് അല്ലേ, ഈ രണ്ട് ട്രയാങ്കിൾസ് എന്താണ്? ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾസ് ആണ്. അപ്പൊ അതിന്റെ രണ്ടിന്റെയും ബേസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇപ്പൊ ഇവിടെ 5 ആണെങ്കിൽ ഇവിടെയും എന്ത് തന്നെയായിരിക്കും? 5 തന്നെയായിരിക്കും. വേണമെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിക്കോ കേട്ടോ. ഈ ട്രയാങ്കിളിന്റെ വേഗം കണ്ടുപിടിച്ച് നോക്കിക്കോ. എന്നാൽ ഇത് തന്നെ വരത്തുള്ളൂ. കണ്ടുപിടിച്ച് വെറുതെ ടൈം കളയണ്ട. രണ്ടും സെയിം ട്രയാങ്കിൾ ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും മക്കളെ? ഇവിടെയും 5 എന്ന് കിട്ടും. അപ്പൊ ടോട്ടൽ എത്രയാണ് കിട്ടിയത്? ടോട്ടൽ എത്ര വരും? ടോട്ടൽ എത്ര വരും? അപ്പൊ ബോട്ടം സൈഡ് എത്ര വരൂടാ? ബോട്ടം സൈഡ് എത്ര വരും മക്കളെ? എത്രയാണ് കിട്ടിയത്? ടോട്ടൽ 5 + 5 എന്ന് പറയുന്നത് നമുക്ക് എത്ര വരും? 10 സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും അല്ലേ? 10 സെന്റിമീറ്റർ എന്ന് കിട്ടും. കിട്ടിയോടാ? താഴത്തെ ഭാഗം അല്ലേ? താഴത്തെ സൈഡ്, താഴെയുള്ള സൈഡ് എന്ന് എഴുതിക്കോ. താഴെയുള്ള സൈഡ്, വശം, താഴെ. ഓക്കെ, താഴെയുള്ള വശം. താഴെയുള്ള വശം ഒന്നുകൂടി എഴുതാം. താഴെ. ഇപ്പൊ ശരിയായില്ലടാ. താഴെയുള്ള വശം എത്ര കിട്ടിയടാ? 10 സെന്റിമീറ്റർ കിട്ടി. കിട്ടിയവരെല്ലാവരും വേഗം ഒരു ടാറ്റ തന്നേ. വേഗാവട്ടെ. അപ്പൊ കിട്ടിയല്ലോ മക്കളെ. നമ്മൾ ചിന്തിക്കേണ്ട എന്താടാ? ഒരു ട്രയാങ്കിൾ ഇങ്ങനെ തന്നിട്ട് നമ്മളോട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ മട്ടത്രികോണമാക്കാം. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മൊത്തം പഠിക്കുന്നത് എന്തിനെ പറ്റിയിട്ടാ മക്കളെ? മട്ടത്രികോണം അഥവാ റൈറ്റ് ട്രയാങ്കിളിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഏതൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഒരു മട്ടത്രികോണം അഥവാ റൈറ്റ് ട്രയാങ്കിൾ ആക്കി മാറ്റാനായിട്ട് നോക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം കേട്ടോ. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? സെറ്റ് ആണെങ്കിൽ വേഗം ഒരു തംസപ്പ് വന്നേ. വേഗാവട്ടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദേടെ വരുന്നു അടുത്ത ക്വസ്റ്റ്യനെ. നമ്മുടെ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ. നോക്കിക്കോ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കിക്കോ. In the picture below, O is the center of the circle and A, B, P, Q are points on the circle. Calculate the length of the lines A, B and PQ. എന്താണ് പറഞ്ഞിരിക്കുന്നത്?
താഴെ നമുക്ക് 2 വൃത്തങ്ങൾ അല്ലേ, 2 സർക്കിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. കാണുന്നുണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോടാ സർക്കിൾസ്? ഓക്കെ. അപ്പൊ 2 സർക്കിൾസ് തന്നിട്ടുണ്ട്. ഈ 2 സർക്കിൾസിലെയും O എന്ന് പറയുന്നത് എന്താണെന്ന് തന്നിട്ടുണ്ട് മക്കളെ? സെന്റർ ആണെന്ന് തന്നിട്ടുണ്ട്. 2 സർക്കിളിന്റെയും സെന്റർ ആണ് എന്ത് മക്കളെ? O എന്ന് പറഞ്ഞ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. ഇനി എയും ബിയും സർക്കിളിലെ പോയിന്റ്സ് ആണ്, പിയും ക്യൂവും അടുത്ത സർക്കിളിന്റെ പോയിന്റ്സ് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണെന്ന് അറിയോ? എ ബി എന്ന് പറയുന്ന ഈ ലെങ്ത് എത്രയാണ്, പി ക്യു എന്ന് പറയുന്ന ഈ ലെങ്ത് എത്രയാണ്, ഈ 2 ലെങ്ത് എത്ര വീതമാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തിനാണ്? എ ബി ഇസ് ഈക്വൽ ടു എന്താണ് എന്ന് കണ്ടുപിടിക്കണം, പി ക്യു ഈക്വൽ ടു എന്താണെന്നും കണ്ടുപിടിക്കണം. എങ്ങനെ ഞാൻ കണ്ടുപിടിക്കും? എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എടാ എനിക്ക് ഈ എ മുതലേ ഇതിനെ മിസ് ഒരു ഡി എന്ന് വിളിക്കുകയാണെന്ന് വിചാരിക്കുക കേട്ടോ. ഇതിനെ ഡി എന്ന് വിളിക്കുകയാണ്, ഈ പോയിന്റിനെ, ഈ ഒരു പോയിന്റിനെ ഡി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടെയും വരെയുള്ള ദൂരം എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റൂലേടാ? പറ്റൂലേ? കാരണം എന്താ? നമുക്ക് ഈ തന്നിരിക്കുന്നത് എന്താണ്? ഒരു മട്ടത്രികോണം അല്ലേ? ഒരു മട്ടത്രികോണല്ലേ? അതിന് മിസ് ഒന്ന് എടുത്ത് വരയ്ക്കാം കേട്ടോ. വേണമെങ്കിൽ എടുത്ത് വരയ്ക്കാം, അതായത് താഴേക്ക് എടുത്ത് വരയ്ക്കാം. നമ്മുടെ ത്രികോണം വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, അതായത് ഇങ്ങനെ ഒരു ഷേപ്പിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതെ, ഇവിടെ ഒരു മട്ടം വന്നിട്ടുണ്ട്, ഒരു 90 ഡിഗ്രി വന്നിട്ടുണ്ട്. എ ഇതാണ്, ഇതാണ് നമ്മുടെ ഡി എന്ന് പറയുന്ന പോയിന്റ്, ഇതാണ് നമ്മുടെ ഒ എന്ന് പറയുന്ന പോയിന്റ്. ഇവിടെ 5 സെന്റിമീറ്റർ കണ്ടോ, ഇവിടെ 5 സെന്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഭാഗം 4 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താടാ ഈ മട്ടത്രികോണത്തിന്റെ ഏത് ഭാഗമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? 4 എന്നും 5 എന്നും തന്നിട്ടുണ്ട്. എക്സാം ഉണ്ട് കേട്ടോ, എക്സാം ഉണ്ട്. എക്സാം ഉണ്ടോന്നൊക്കെ, എക്സാം ഉണ്ട്. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 10 മിനിറ്റത്തെ എക്സാം ആയിരിക്കും. അപ്പൊ നമ്മൾ 7:15 7:10 ഒക്കെ ആകുമ്പോൾ എക്സാം സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഓക്കെ, ഇത് പറയടാ, ഇത് പറ. കുറെ പേര് പറയുന്നുണ്ട്. സാർ ഒരാളെ വിളിച്ചോട്ടാ, ഒരാളെ വിളിച്ചോ. നമുക്കപ്പോൾ എന്താ കണ്ടുപിടിക്കണ്ടേ? എ ഡി എന്ന് പറയുന്നത് എന്താണ്? മഹാദേവ്. പറയടാ, എന്ത് വരൂടാ? എ ഡി ഏത് ഭാഗമാണ് നമ്മുടെ ഈ ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ? എ ഡി എന്ന് പറഞ്ഞത് ഈ ഭാഗം. ബേസ്. ബേസ് എന്ന് ഓൾട്ടിറ്റ്യൂഡ് എന്ന് എന്ത് വേണമെങ്കിലും പറയാം. അത് രണ്ടും മാറിപ്പോയാൽ കുഴപ്പമില്ല അല്ലേ? ഓക്കെ, ഓൾട്ടിറ്റ്യൂഡ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ബേസ്. രണ്ടും തമ്മിൽ അങ്ങോട്ട് മാറി എന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്തായാലും എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. നിനക്ക് എന്താ പറയാൻ തോന്നുന്നത്? ബേസ് എന്നാണോ ഓൾട്ടിറ്റ്യൂഡ് എന്നാണോ പറയാൻ തോന്നുന്നത്? ബേസ് എന്ന്. ഓക്കെ, ബേസ് എങ്കിൽ ബേസ്. നമുക്ക് ബേസ് ആണ് അപ്പം കണ്ടുപിടിക്കേണ്ടത് അല്ലേടാ, അല്ലേ? ആണോ? എന്നൊന്ന് പറഞ്ഞേ, ബേസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ. h സ്ക്വയർ മൈനസ് എവിടെ എച്ചും ബിയും പിന്നെ ആരാടെ ഉള്ളേ? എ സ്ക്വയർ ഓൾട്ടിറ്റ്യൂഡ് അഥവാ നമ്മുടെ ലംബമുണ്ട് അല്ലേ? ഇപ്പൊ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. ഇനി പറഞ്ഞോ. എന്താടാ പറഞ്ഞോ? ഈക്വൽ ടു എച്ച് എന്താണ് ഇവിടെ? ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? അത് തന്നെ 5 ആണ് ഹൈപ്പോട്ടന്യൂസ് അല്ലെ? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്നത് നമ്മുടെ 5 ആണ്. സോ 5 സ്ക്വയർ എച്ച് എന്നായി. എ എന്താടാ? 4 സ്ക്വയർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ എത്ര വരും മക്കളെ? 5 സ്ക്വയർ 25 ആണ്. ഓക്കേടാ, വെരി ഗുഡ്. ഓക്കെ, 4 സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്. അപ്പൊ 25 മൈനസ് 16. സാർ ഒരാളെ വേഗം വിളിച്ചോ. ശ്രീലക്ഷ്മി. പറഞ്ഞോടാ, എന്ത് വരും ഇവിടെ? 25 മൈനസ് 16. വേഗം ചെയ്യ്. 25 60 മൈനസ് ചെയ്യാൻ ഇതിനു വേണ്ട ടൈം വേണോടാ? വേഗം ചെയ്യട്ടെ മക്കളെ, വേഗം ചെയ്ത് എല്ലാവരും ആൻസർ പറഞ്ഞേടാ. 25 മൈനസ് 16 എന്ത് വരും? ൽ നിന്ന് 16 മൈനസ് ചെയ്യാം കേട്ടോ. ആ 9 അല്ലേ? ഇപ്പൊ നമുക്ക് ബേസിന്റെ സ്ക്വയർ ആണ് 9 എന്ന് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ബേസ് എന്തായിരിക്കും മോനെ? നമ്മൾ എന്താ പറയാ, ഇവിടെ സ്ക്വയർ ആണ്, അതിനിപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോ എന്താ കൂടാ? സ്ക്വയർ അപ്പുറത്തേക്ക് പോകുമ്പോ
സ്ക്വയർ റൂട്ട് ആയിട്ട് മാറും. അപ്പൊ ബേസ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 9 നമുക്ക് കിട്ടും. ഇനി എന്താ സ്ക്വയർ റൂട്ട് ഓഫ് 9? എന്തായിരിക്കും? സിമ്പിൾ ആയിട്ട് നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 9 എടാ സ്ക്വയർ റൂട്ട് ഓഫ് 9 എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാലോ 9 എന്ന് പറയുന്നതിന് എങ്ങനെ എഴുതാടാ? 3യുടെ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? 3 സ്ക്വയർ അല്ലേ 9 അല്ലേ? 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 3 × 3 അല്ലേ? 3 × 3 അല്ലേ 9 മോനെ? അല്ലേടാ? അപ്പൊ 3യുടെ സ്ക്വയർ ആണ് 9 എങ്കിൽ നമുക്ക് അതിന് നേരെ തിരിച്ചെന്ത് പറയാം? ഈ സ്ക്വയറിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ എന്തായിട്ട് മാറിയത്? സ്ക്വയർ റൂട്ട് ഓഫ് 9 ഇസ് ഈക്വൽ ടു 3 എന്ന് എഴുതാം. പിടികിട്ടിയാ? 9 എന്ന് പറയുന്നതിനെ 3യുടെ സ്ക്വയർ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ അതിന് നേരെ തിരിച്ച് നമുക്ക് എന്ത് പറയാം? സ്ക്വയർ റൂട്ട് ഓഫ് 9 ആണ് 3 എന്ന് പറയാം. പിടികിട്ടിയാ? ശരിക്കും ഓക്കെ. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 9 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടിയിടാ? 3 എന്ന് കിട്ടി. അപ്പൊ 3 സെന്റിമീറ്റർ ആണ് നമ്മുടെ ഏതെന്ന് പറയുന്നത്? ഈ AD എന്ന് പറയുന്ന ഈ ഒരു ഭാഗം അല്ലെ? AD എന്ന് പറഞ്ഞത് നമുക്ക് ഇവിടെ വരക്കാം കേട്ടോ. അതെ, AD എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടി. ബ്ലാക്കിൽ എഴുതാം. ഓക്കെ, നോക്കിയടാ, 3 സെന്റിമീറ്റർ ആണ് AD എന്ന് നമുക്ക് കിട്ടി. ഇനി ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ DB എന്തായിരിക്കും? DB എന്തായിരിക്കും? വേഗം എല്ലാവരും കൈയോട് കാണിച്ചേ. DB എന്തായിരിക്കും? DB എന്തായിരിക്കും? എങ്ങനെ വരും? AD 3 ആണെങ്കിൽ DB എന്തായിരിക്കും? കാണിച്ചിട്ട് എല്ലാവരും. എത്രയായിരിക്കും? 3 ആയിരിക്കും. കാരണം എന്തുകൊണ്ടാടാ? നമ്മളിതേ ഇതിന് ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്താ? രണ്ടും സെയിം ട്രയാങ്കിൾ ആണ്. അപ്പൊ ഇവിടെ 3 ആണെങ്കിൽ ഇവിടെയും എന്ത് തന്നെയായിരിക്കും മക്കളെ? 3 ആയിരിക്കും. രണ്ടും സെയിം ട്രയാങ്കിൾ ആയിരിക്കും കേട്ടോ മക്കളെ, അതൊന്നും ഓർത്തിരിക്കുക. രണ്ടും സെയിം ട്രയാങ്കിൾ ആയിരിക്കും. അപ്പൊ ഇവിടെയും നമുക്ക് 3 കിട്ടി. നമുക്ക് വേണ്ടത് എന്താടാ? ടോട്ടൽ ലെങ്ത് ആയിട്ടുള്ള ABA ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ AB എന്താടാ? AB എന്താണ് നമുക്ക് കിട്ടി? AB എന്ന് പറയുന്നത് ടോട്ടൽ ആണ്. ടോട്ടൽ എത്രയാണ്? ഇവിടെ മുതൽ ഇവിടെയും വരെയും 3 ആണ്, ഇവിടെ മുതൽ ഇവിടെയും വരെയും 3 ആണ്. അപ്പൊ ടോട്ടൽ എത്ര വരും? 3 + 3 ദാറ്റ് ഈസ് 6 സെന്റിമീറ്റർ എന്ന് നമുക്ക് വരും അല്ലേടാ? 6 സെന്റിമീറ്റർ എന്ന് AB കിട്ടും. കിട്ടിയവരെല്ലാവരും വേഗം ഒരു രാറ്റ് തന്നി. കിട്ടിയവരെല്ലാവരും വേഗം ഒരു രാജ്യം കേട്ടോ. വേറെ ഒന്നും ചിന്തിക്കാനില്ല മക്കളെ. നമുക്ക് AD 3 ആണ് നമുക്ക് കിട്ടി. നമ്മുടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് 3 ആണെന്ന് കിട്ടി. അപ്പൊ ബാക്കിയുള്ള DB എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ADനോട് ഈക്വൽ ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ വരക്കുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നതും ഈ ട്രയാങ്കിൾ എന്ത് തന്നെയാണ്? സെയിം ട്രയാങ്കിൾ ആണ് കേട്ടോ. അതൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണോടാ? ഇതുപോലെ തന്നെ PQ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് മക്കളെ. അപ്പൊ ഈ PQ കണ്ടുപിടിക്കാനായിട്ടേ നമ്മളിപ്പോൾ ചെയ്ത പോലെ ഇത്രയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളൊന്ന് ശരിക്കും ഒന്ന് ആ ട്രയാങ്കിൾ ഒന്ന് നോക്കിയാൽ മതി. ഒന്ന് ആ ട്രയാങ്കിളിലേക്ക് നോക്കിയിടാ. ഈ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് എന്താണ്? 5 സെന്റിമീറ്റർ ആണ്. ഇവിടെയും ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് എന്താണ് നോക്കി? 5 സെന്റിമീറ്റർ ആണ്. ആണല്ലോ. ഇതിന്റെ ഒരു പെർപെൻഡിക്കുലർ സൈഡ് അല്ലേ 3 എന്ന് പറയുന്നത് അല്ലേടാ? ഇവിടെയും ഒരു പെർപെൻഡിക്കുലർ സൈഡ് അല്ലേ 3 വരണത് അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത സൈഡ് എന്തായിരിക്കും? ഇവിടെ എന്താ വരിക? ഈ സൈഡ് എന്തായിരിക്കും വരിക? വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചെയ്ത പോലെ പൈതഗോറസ് തിയറം വെച്ച് ചെയ്ത് നോക്കാട്ടാ. അത്രയും ചെയ്ത് സമയം കളയേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. വേറെ ഒന്നുമില്ല. ഇവിടെ നോക്കാടെ, ഇവിടെ 5 സെന്റിമീറ്റർ ആണ്. ഇവിടെ 5 സെന്റിമീറ്റർ ആണ്, ഇവിടെയും 5 സെന്റിമീറ്റർ. ഹൈപ്പോട്ടന്യൂസ് രണ്ടുപേരുടെയും സെയിം ആണ്. പിന്നെ നോക്കി, ഇവിടെ 3 ഉണ്ട്, ഇവിടെയും 3 വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അറിയാത്ത ഈ ഒരു സൈഡ് എന്തായിരിക്കും? എത്രയായിരിക്കും? കൈയുണ്ടെന്ന് കാണിച്ചേടാ. എത്രയായിരിക്കും? ഇവിടെ 5 വന്നു, ഇവിടെയും 5 വന്നു, ഇവിടെ 3 വന്നു, ഇവിടെയും 3 വന്നു. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ സൈഡും എന്ത് തന്നെയായിരിക്കും മക്കളെ? ഈക്വൽ ആയിരിക്കും അല്ലേ? രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ മൂന്നാമത്തെ സൈഡും എന്ത് തന്നെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ മൂന്നാമത്തെ സൈഡ് ഏതാണ്? 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? 4 എന്ന് നമുക്ക് കിട്ടും. കിട്ടിയെങ്കിൽ വേഗം ഒരു രാറ്റ് നിന്നേ. ഇനി ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമില്ല എങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്ത പോലെ പൈതഗോറസ് തിയറം വെച്ച് കണ്ടുപിടിച്ചോട്ടാ. ഒരു പ്രശ്നമില്ല, എങ്ങനെ വേണമെങ്കിലും ചെയ്തോ. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് 4 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മുതൽ ഇവിടെയും വരെയുള്ള ദൂരം എന്തായിരിക്കും? സാർ ഒരാളെ വിളിച്ചോ. ഷിഹാന. പറഞ്ഞോ. അപ്പുറം 4 തന്നെയായിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ ഇതിനിങ്ങനെ ജോയിൻ ചെയ്യിപ്പിച്ചാൽ ഇവിടെ കിട്ടുന്ന ട്രയാങ്കിളും ഇവിടെ കിട്ടുന്ന ട്രയാങ്കിളും എന്തായിരിക്കും? സെയിം ട്രയാങ്കിൾ ആയിരിക്കും. അപ്പം അതുകൊണ്ട് ഇവിടെ 4 ആണെങ്കിൽ ഇപ്പുറത്തും എന്ത് തന്നെ വരും മക്കളെ? 4 തന്നെ വരും. അപ്പം അങ്ങനെയാണെങ്കിൽ PQ എന്തായിരിക്കും? ഇവിടെ വേഗം പറഞ്ഞോ. PQന്റെ ലെങ്ത് എന്തായിരിക്കും? 4 + 4 എന്ന് നമുക്ക് കിട്ടും അല്ലേ? ദാറ്റ് ഈസ് 8 സെന്റിമീറ്റർ എന്ന് കിട്ടും. കിട്ടിയോ? കിട്ടിയവർ വേഗം ഒരു രാറ്റ് തന്നേടാ.
വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ രണ്ടാമത്തെ സർക്കിളിന്റെ കാര്യം. വെറുതെ നമ്മൾ ടൈം കളയണ്ട, നമ്മൾ ഒന്ന് രണ്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോടാ? നമ്മുടെ ചാപ്റ്റർ വളരെ വളരെ ഭംഗിയായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് മക്കളെ. വളരെ വളരെ എന്താ പറയുക സാറേ ഇതിനെ, നമ്മൾ വളരെ കഷ്ടതയിലൂടെ കടന്നുപോയി അവസാനം നമ്മൾ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ മക്കളെ, ഇത് മിസ് പറഞ്ഞു ടഫായിട്ടുള്ള ചാപ്റ്റർ ആണ്, പക്ഷേ നമുക്ക് പഠിച്ചാൽ കിട്ടൂടാ. ഇത്തിരി കൂടി ഒന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഈ ഒരു ചാപ്റ്റർ. ഓക്കെ, ഇപ്പൊ പൈതഗോറസ് തിയറം എന്താണെന്നുള്ളത് പഠിച്ചിരിക്കുക. പിന്നെന്താ നമുക്ക് പഠിക്കാനുള്ളത്? ഒരു സ്ക്വയറിന്റെ ഏരിയ തന്നിട്ട് സൈഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ചെയ്യാന്നുള്ളത് ഓർത്തിരിക്കുക. ഏരിയ തന്നിട്ട് നമ്മളോട് സ്ക്വയർ വരയ്ക്കാൻ പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. പൈതഗോറസ് തിയറം, ഏരിയ തന്നിട്ട് സൈഡ് കണ്ടുപിടിക്കാൻ, ഏരിയ തന്നിട്ട് സ്ക്വയർ വരയ്ക്കാൻ, ഇത്രയും മതി. 3 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ചാപ്റ്റർ കഴിഞ്ഞടാ. 3 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ ആണോ? ചാപ്റ്റർ കുഴപ്പമുണ്ടോടാ? ഇപ്പൊ ചെയ്തത് ഓക്കെ ആണോ? നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ വേഗം ഒരു ടാറ്റ തന്നെ. അങ്ങനെ എനിക്ക് ആ ടാറ്റ തരുന്ന സ്പീഡിൽ തന്നെ എല്ലാവരും എണീറ്റടാ. എല്ലാവരും എണീറ്റേ, വേഗം ആയിക്കോട്ടെ. എല്ലാവരും എണീക്കാടാ. എല്ലാവരും വേഗം എണീറ്റോ. എണീറ്റാ? ഓക്കേ മക്കളെ, നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. എല്ലാവർക്കും സന്തോഷമായില്ലേ? സന്തോഷമായെങ്കിൽ വേഗം ഒന്ന് ചിരിച്ചേ എല്ലാവരും ഒന്ന് ചിരിച്ചേ. ആ പല്ലൊക്കെ ഒന്ന് കാണട്ടെ എല്ലാവരുടെ. എല്ലാവരും ഒന്ന് ചിരിച്ചേടാ. എല്ലാവരും ചിരിക്കുക. എല്ലാവരും എണീറ്റിന്നോ. എണീറ്റിക്ക. എന്നിട്ട് മക്കളെ, നിങ്ങൾ നിൽക്കുന്നിടത്ത് തന്നെ ഒന്ന് ഓടിയേ. ആരും ഓടിപ്പോവണ്ട. ചാപ്റ്റർ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ആരും ഓടിക്കളയണ്ട. നമുക്ക് എക്സാം പണി വരുന്നുണ്ട് അവരാച്ച. അതെ, നിൽക്കുന്നിടത്ത് തന്നെ ഓടാ കേട്ടാ. ഓക്കെ, ഒന്ന് പതുക്കെ ഒന്ന് ഓടാ. നമ്മുടെ കൈയും കാലും ഒക്കെ അങ്ങോട്ട് അനങ്ങട്ടെ. ഓക്കെ, കൈ ഒന്ന് വർത്തിക്കോ. ഓക്കെ, കൈക്കൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടാ. സിമ്പിൾ ചാപ്റ്റർ ആയിരുന്നു. ചിലർക്ക് സിമ്പിൾ ആയിരിക്കോടാ, ചിലർക്ക് പാവങ്ങൾ, അവർക്ക് കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും. സിമ്പിളായിരുന്നു. ഓക്കെ മക്കളെ, കൊണ്ടുവന്നു. ഒന്ന് ഷോൾഡറൊക്കെ ഒന്ന് സെറ്റാക്കാം കേട്ടോ. ഓക്കെ, കൈയൊക്കെ ഒന്ന് ശരിയാക്കാം, ഒന്ന് സെറ്റാക്കാം, എല്ലാം ഒന്ന് റെഡിയാക്കാം. ഓക്കെ, കഴുത്തൊന്ന് ഓക്കെ, റൈറ്റ് ലെഫ്റ്റ് വേഗം ചെയ്തോടാ. ലെഫ്റ്റ് റൈറ്റ്. ഓക്കെ, സ്ട്രെയിറ്റ് വരാം മക്കളെ, എല്ലാവരും സ്ട്രെയിറ്റ് വരാം. ഓക്കെ, എല്ലാവരും ആയോ? മക്കളെ, ഒന്ന് എല്ലാവരും കണ്ണൊന്ന് അമർത്തിയടാ. കണ്ണൊന്ന് അമർത്തി. ഭയങ്കര ഇത് ചെയ്യരുത്. പതുക്കൊന്ന് കൈയൊന്ന് അമർത്തി പിടിച്ചേടാ കണ്ണുമ്മ. ഓക്കെ, പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടാ. ഓക്കെ, പതുക്കെ ഒന്ന് കണ്ണു തുറന്നേ. നീ കണ്ണു തുറക്കാം കേട്ടാ. കണ്ണൊക്കെ പിടിച്ച് തിരുമല്ലേടാ. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാലോ. ഗായത്രിക്ക് എന്താ ഡൗട്ട് ഒന്ന് വിളിച്ചേ സാറേ. മക്കളെ എല്ലാവരും ഇരുന്നോട്ടാടാ. എല്ലാവരും ഇരുന്നോ. നമ്മുടെ പഠിച്ചുകൊണ്ടിരുന്ന ബുക്ക് നിങ്ങൾ കുറച്ച് മാറ്റി വെച്ചോട്ടാ. എന്താ പറഞ്ഞോടാ. ഹാഫ് ഓഫ് ദി ഏരിയ എന്ന് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടൂന്നാ? ഹാഫ് ഓഫ് ദി ഏരിയ എന്ന് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടൂന്നാ? എടാ, ശരിക്കും ആ ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? വരക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ വരച്ചു കഴിഞ്ഞാലേ മാർക്ക് കിട്ടുള്ളൂ. വെറുതെ എഴുതി വെച്ചാൽ മാർക്ക് കിട്ടൂല കേട്ടാ.
ആ ടീച്ചർ പറഞ്ഞ എന്താണെന്ന് അറിയോ? 24ന്റെ പകുതി എടുക്കണം എന്നാണ് നമ്മൾ അവിടെ ചെയ്യുന്ന കാര്യം. അതാണ് സ്ക്വയർ വരക്കണം. നമ്മൾ അങ്ങനെയല്ലേ, ഇതൊക്കെ പഠിച്ചതല്ലേ നമ്മള്. സ്ക്വയർ വരക്കാൻ നമ്മൾ എന്ത് ചെയ്യും? തന്നിരിക്കുന്നതിന്റെ പകുതി എടുക്കും, എന്നിട്ട് അത് വെച്ചിട്ട് ഒരു സ്ക്വയർ വരയ്ക്കും, അതല്ലേ? അപ്പൊ ആ ഇക്വേഷന് പകരം ജസ്റ്റ് അത് എഴുതിയാൽ മതി എന്നാണ് മിസ് പറഞ്ഞു കേട്ടോ. സ്ക്വയർ വരച്ചാലേ എന്തായാലും മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. ഉണ്ട്. ഏതുകൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന്? ഹാഫ് വെച്ചിട്ടാ, പകുതി വെച്ചിട്ടാ? എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്തില്ലേടാ, ട്രയാങ്കിൾ വെച്ചിട്ട് ചെയ്തില്ലേ? അതല്ലാതെ പൈതഗോറസ് തിയറം വെച്ച് ചെയ്തില്ലേ? 2 രീതിയിൽ നമുക്ക് ചെയ്യാം. 2 രീതിയിൽ ചെയ്യാട്ടാ. ചെയ്യാൻ പറ്റും, അതല്ലേ പറഞ്ഞത്. അങ്ങനെ ചെയ്യാൻ പറ്റും. അത് തന്നെ, പൈതഗോറസ് തിയറം വെച്ചിട്ട് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ മറ്റേ രീതിയിലും ചെയ്യാം കേട്ടോ. ഓക്കെ മക്കളെ, എല്ലാവരും റെഡി അല്ലേടാ? എല്ലാവരും റെഡി അല്ലേ? കുറച്ച് വെള്ളമൊക്കെ കുടിക്കുക, ഒന്ന് സെറ്റ് ആയിട്ടിരിക്കുക മക്കളെ, ഒന്ന് സെറ്റ് ആയിട്ടിരിക്കുക. ബുക്കൊക്കെ എല്ലാവരും മാറ്റിക്കോ, സാർ ഒന്ന് മ്യൂട്ട് ചെയ്തേ. മക്കളെ എല്ലാവരും പാരൻസിനെ വിളിച്ചെടുത്തിരുത്താം കേട്ടാ. എല്ലാവരും പാരൻസിനെ വിളിച്ചെടുത്തിരുത്താം. ഓക്കെ, ക്യാമറയ്ക്ക് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യാട്ടാടാ. കറക്റ്റായിട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുക, എല്ലാം കറക്റ്റായിട്ട് വെക്കുക. ബുക്ക് കാണണം, നിങ്ങൾ എഴുതുന്നത് കാണണം കേട്ടോ. നിങ്ങളുടെ 2 കൈയും കാണണം, ഫേസ് കാണണം, ബുക്കും കാണണം കേട്ടോ. ആ രീതിയിൽ അറേഞ്ച് ചെയ്യുക കേട്ടോ എല്ലാവരും. ഓക്കെ മക്കളെ, എല്ലാവരും നിവർന്നിരിക്കുക, ഉണർന്നിരിക്കുക. നമുക്കിത് എക്സാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് മാത്രം ആൻസർ ചെയ്യുക കേട്ടോ. 2 പ്രാവശ്യമെങ്കിലും ക്വസ്റ്റ്യൻ വായിക്കുക, നന്നായിട്ട് ആൻസർ ചെയ്യുക. സോ ഓൾ ദി ബെസ്റ്റ്.